ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ലാസ്റ്റ് ആക്ടിവിറ്റി പാർട്ട് കംപ്ലീറ്റ് ചെയ്യാം. സെക്കൻഡ് യൂണിറ്റിന്റെ ലാസ്റ്റ് പാർട്ടാണ്. ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഗ്രാമർ പാർട്ടാണ് അല്ലെ. ഇതിന് തൊട്ട് മുമ്പ് എന്താ പഠിച്ചിരുന്നത്? വുഡിന്റെ യൂസ് ആയിരുന്നു അല്ലെ. വുഡിന്റെ ഒരു 5 യൂസ് ആയിരുന്നു നമ്മൾ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ആക്ടിവിറ്റി പാർട്ട് തന്നെയാണ്. നോക്കാം. റീഡ് ദ ഫോളോയിങ് സെന്റൻസ് ഫ്രം ഡ്രീം റിയലൈസ്ഡ് അല്ലെ. ഡ്രീം റിയലൈസ്ഡ് വരുന്ന ഒരു 2-3 സെന്റൻസ് ആണ് ഇവിടെ കാണുന്നത്. നോക്കാം. First one, Chaplin had evidently heard of Gandhiji's spinning wheel, and the very first question he asked was why Gandhiji was against missionary. ചാർലി ചാപ്ലിൻ ഗാന്ധിജിയുടെ സ്പിന്നിങ് വീലിനെ കുറിച്ച് അല്ലെ, ചർക്കയെ കുറിച്ച്, നൂൽ നെയ്തുന്ന ചർക്കയെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചാപ്ലിൻ ഗാന്ധിജിയെ കണ്ടപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചത്? എന്തുകൊണ്ടാണ് നിങ്ങൾ മിഷനറിക്ക് എതിരായത് അല്ലെ? മെഷീനുകൾക്ക് എന്തുകൊണ്ടാണ് നിങ്ങൾ എതിരായത്? ആ മെഷീൻ യന്ത്രങ്ങളുടെ എതിരെ നിങ്ങൾ എന്തുകൊണ്ടാണ് ഓപ്പോസിറ്റ് ആയത് എന്നാണ് ആദ്യ ക്വസ്റ്റ്യൻ ചോദിച്ചത്. ക്ലിയർ? Even celebrities who had heard about him were eager to meet him in person. What is the first sentence about? നോക്കാം. Even celebrities who had heard about him were eager. Even celebrities വരെ അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് വളരെയധികം എന്തായിരുന്നു? ആകാംക്ഷാഭരിതരായിരുന്നു അല്ലെ. നോക്കാം. What is the first sentence about? What are the events refers to? നമുക്ക് ഈ ഒരു സെന്റൻസ് നോക്കാം. ഈ ഒരു സെന്റൻസില് വരുന്ന കാര്യങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം. എന്താണ് ഇവന്റ് 1? അതിൽ 2 ഇവന്റ്സ് പറയുന്നുണ്ട്. ഫസ്റ്റത്തെ ഇവന്റ് എന്താണ്? ചാപ്ലിൻ ഹാഡ് ഹെഡ് ഓഫ് ഗാന്ധിജി സ്പിന്നിങ് വീൽ. അതിൽ എന്ത് പറയുന്നുണ്ട്? ഗാന്ധിജിയുടെ സ്പിന്നിങ് വീലിനെ കുറിച്ച് ചാപ്ലിൻ കേട്ടിട്ടുണ്ടായിരുന്നു, പണ്ടേ കേട്ടിട്ടുണ്ടായിരുന്നു. ഗാന്ധിജിയെ കുറിച്ചുള്ള ഗാന്ധിജിയുടെ സ്പിന്നിങ് വീലിനെ കുറിച്ച് ചാപ്ലിൻ കേട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ചാപ്ലിൻ ഗാന്ധിജിയെ മീറ്റ് ചെയ്തപ്പോൾ ആദ്യം സ്പിന്നിങ് വീലിനെ കുറിച്ച് ചോദിച്ചത്. അപ്പൊ അവിടെ 2 കാര്യം പറഞ്ഞു. അതിൽ 2 കാര്യമുണ്ട് അല്ലെ. എന്തായിരുന്നു? ആദ്യം ഗാന്ധിജിയുടെ സ്പിന്നിങ് വീലിനെ കുറിച്ച് പണ്ട് ചാപ്ലിൻ കേട്ടു. അത് ആദ്യത്തെ കാര്യമാണ്, പണ്ട് കേട്ടുപോയി അല്ലെ. അത് 2ാമത്തെ കാര്യമാണ് അതിനെ കുറിച്ച് ചോദിച്ചത്. ഓക്കെ, നോക്കാം. അപ്പൊ ഫസ്റ്റ് ചാപ്ലിൻ ഹാഡ് ഹെഡ് ഓഫ് ഗാന്ധിജി സ്പിന്നിങ് വീൽ അല്ലെ. ചാപ്ലിൻ ഗാന്ധിജിയുടെ സ്പിന്നിങ് വീലിനെ കുറിച്ച് പണ്ട് കേട്ടിട്ടുണ്ടായിരുന്നു. അത് ഇവന്റ് 1 ആണ്. ദെൻ ഇവന്റ് 2, ചാപ്ലിൻ ആസ്ക്ഡ് ഗാന്ധിജി വൈ ഹി വാസ് അഗെയിൻസ്റ്റ് മെഷീനറി അല്ലെ. എന്തുകൊണ്ടാണ് ഗാന്ധിജി മെഷീനുകൾക്ക് എതിരായത് എന്നുള്ളത് 2ാമത്തെ കാര്യം. അപ്പൊ 2 കാര്യങ്ങളും 2 ഇവന്റ്സും അതിൽ പറയുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? നോക്കാം. നെക്സ്റ്റ് അടുത്തത് ഏതായിരുന്നു? ആദ്യത്തെ ഇവന്റ്സ് നമ്മൾ ഒന്ന് റെഫർ ചെയ്യാം. സെലിബ്രിറ്റീസ് ഹാഡ് ഹേർഡ് അബൌട്ട് ഗാന്ധിജി. സെലിബ്രിറ്റീസ് എന്തായിരുന്നു? ഗാന്ധിജിയെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു. അത് 1ാമത്തെ കാര്യം. 2ാമത്തെ കാര്യം അതിൽ പറയുന്നത് സെലിബ്രിറ്റീസ് വെർ ഈഗർ ടു മീറ്റ് ഗാന്ധിജി ഇൻ പേഴ്സൺ. അതുകൊണ്ട് തന്നെ പേഴ്സണലി ഗാന്ധിജിയെ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒരുപാട് ആകാംക്ഷരായിരുന്നു. എല്ലാവരും അതിനു വേണ്ടിയിട്ട് താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. അത് 2ാമത്തെ കാര്യം. ആദ്യം ഗാന്ധിജിയെ കുറിച്ച് കേട്ടു എന്നുള്ളത് 1ാമത്തതും, കേട്ടത് കൊണ്ട് താല്പര്യം പ്രകടിപ്പിച്ചു എന്നുള്ളത് 2ാമത്തെ കാര്യം. അപ്പൊ എല്ലാ സെന്റൻസിലും എന്തുണ്ട്? 2 കാര്യങ്ങളുണ്ടായിരുന്നു അല്ലെ. നോക്കാം. വിച്ച് ഇവൻ ഹാപ്പൻഡ് ഏർലിയർ, വിച്ച് ഇവൻ ലുക്ക് പ്ലേസ് ലേറ്റർ അല്ലെ. അത് നമ്മൾ വ്യക്തമാണ് അല്ലെ. നമ്മൾ ആ സ്പിന്നിങ് വീലിന്റെ കാര്യത്തിലൊക്കെ വ്യക്തമാണ്. ചാർലി ചാപ്ലിൻ പണ്ട് ആദ്യം ഗാന്ധിജിയുടെ സ്പിന്നിങ് വീലിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു, ഒരുപാട് മുമ്പ് അല്ലെ. പിന്നെ അടുത്ത നിയർ ആയിട്ട് നടക്കുന്ന കാര്യമാണ് എന്ത്? അദ്ദേഹം പിന്നീട് ഗാന്ധിജിയെ കാണുമ്പോൾ അതേ ആ സ്പിന്നിങ് വീലിനെ കുറിച്ച് മെഷീനെതിരായത് ചോദിക്കുന്നത്. അപ്പൊ അത് കുറച്ച് മുമ്പ് നടന്ന കാര്യം, മറ്റേതോ ഒരുപാട് മുമ്പ് നടന്ന കാര്യം. അത്രയേ ഉള്ളൂ അല്ലെ. നമ്മൾ തൊട്ട് മുമ്പ് നടന്ന കാര്യം, തൊട്ട് മുമ്പ് കഴിഞ്ഞു പോയ കാര്യങ്ങളും ഉണ്ടാവും. 1 വർഷം മുമ്പ് കഴിഞ്ഞു പോയതും ഉണ്ടാവും, 10-15 വർഷം മുമ്പ് കഴിഞ്ഞു പോയതും ഉണ്ടാവും അല്ലെ. അത്രയേ ഉള്ളൂ ഇവിടെ. എന്താണ്? ഒന്ന് ഏർലിയർ പാസ്റ്റും മറ്റൊന്ന് ഇമ്മീഡിയറ്റ് പാസ്റ്റും അല്ലെ. ഇത് കുറച്ച് കാലം മുമ്പ് കഴിഞ്ഞു പോയതും ഇത് തൊട്ട് മുമ്പ് കഴിഞ്ഞു പോയ കാര്യം, രണ്ടും കഴിഞ്ഞു പോയ കാര്യമാണ്. തീർത്തും കഴിഞ്ഞു പോയ കാര്യമാണ്. പക്ഷെ ഒന്ന് കുറച്ചു കാലം മുമ്പും ഒന്ന് ഒരുപാട് കാലം മുമ്പുമാണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. ഇങ്ങനെ ഒരു ടേബിൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതാണ് ഈ കാണുന്നത് കേട്ടോ. അത് ടേബിൾ ആയിട്ടല്ല ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ടേബിൾ ആയിട്ടാണ്, പക്ഷെ ഞാൻ സെന്റൻസ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ടേബിളിന്റെ ഉള്ളിൽ കൊടുക്കുന്നതിനും ഒന്നും കൂടെ കംഫർട്ട് ഇങ്ങനെ കൊടുക്കുന്നതുകൊണ്ടാണ്. നിങ്ങൾക്ക് അത് ആ ടേബിളിന്റെ ഉള്ളിൽ എഴുതാം. ഓക്കെ, നോക്കാം.
Chaplin had evidently heard of Gandhiji's spinning wheel, and very first question he asked why Gandhi was against missionary. അല്ലെ, ഇതായിരുന്നു സാഹചര്യം. ഇതിൽ ഏർലിയ ഇവന്റ് വരുന്നത് അല്ലെ, ഏർലിയ പാസ്റ്റ് വരുന്നത്. ഇവന്റ് എന്ന് പറയുമ്പോൾ പാസ്റ്റ് എന്നും കൂടെ നിങ്ങൾ ഊഹിക്കണം കേട്ടോ. ഏർലിയർ പാസ്റ്റ് അല്ലെങ്കിൽ ഏർലിയർ ഇവന്റ് എന്നും പറയാം കേട്ടോ. അപ്പൊ ഏർലിയർ പാസ്റ്റ് അല്ലെങ്കിൽ ഏർലിയർ ഇവന്റ്. ഓക്കെ, അപ്പൊ ഇവിടെ ഏർലിയർ ഇവന്റ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഏർലിയർ ഇവന്റ് എന്ന് പറഞ്ഞാല് അല്ലെങ്കിൽ ഏർലിയർ പാസ്റ്റ് എന്ന് പറഞ്ഞാൽ ചാപ്ലിൻ ഹാഡ് ഹേർഡ് ഓഫ് ഗാന്ധിജി സ്പിന്നിങ് വീൽ. ഗാന്ധിജിയുടെ സ്പിന്നിങ് വീലിനെ കുറിച്ച് ചാപ്ലിൻ കേട്ടു എന്നുള്ളതാണ് കേട്ടോ. ലേറ്റർ ഇവന്റോ, അതിനുശേഷം അല്ലെങ്കിൽ ലേറ്റർ പാസ്റ്റ് ഏതാ? ചാപ്ലിൻ ആസ്ക്ഡ് വൈ ഗാന്ധി വാസ് അഗെയിൻസ്റ്റ് മിഷണറി. ഗാന്ധിജി എന്തുകൊണ്ടാണ് മിഷണറിക്കെതിരെ എന്നുള്ളതാണ് ചോദിച്ചു. അത് കുറച്ചു മുമ്പ് നടന്ന കാര്യം. ഇനി ഇതിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ഇതെന്താണ്? ഗ്രാമർ പഠിച്ചിട്ടുണ്ടാവുമല്ലേ മക്കളെ? നമ്മൾ ഗ്രാമർ പഠിച്ച ടൈമിൽ ഏറ്റവും കൂടുതൽ പഠിച്ചിട്ടുണ്ട് നമ്മൾ പാസ്റ്റ് ടെൻസ് പഠിച്ചപ്പോൾ സിമ്പിൾ പാസ്റ്റ് പഠിച്ചു, പാസ്റ്റ് കണ്ടിന്യൂസ് പഠിച്ചു, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് അല്ലെ. അതിൽ നമ്മൾ സിമ്പിൾ പാസ്റ്റ് പഠിക്കുമ്പോൾ വാസ് ഓർ വെർ പ്ലസ് അതുപോലെ പാസ്റ്റ് ഫോം അല്ലെ, പാസ്റ്റ് ഫോം ആണ് വെർബിന്റെ യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പാസ്റ്റ് കണ്ടിന്യൂസ് കഴിഞ്ഞിട്ട് പാസ്റ്റ് പെർഫെക്റ്റ് പഠിക്കും അല്ലെ. എന്താണ് പാസ്റ്റ് പെർഫെക്റ്റ്? ഹാഡ് പ്ലസ് PP ഫോം അല്ലെ, ഹാഡ് പ്ലസ് പാസ്റ്റ് പെർഫെക്റ്റ് അല്ലെ. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഓഫ് ദ വെർബ് ആണ് അതിന്റെ കൂടെ യൂസ് ചെയ്യുന്നത് അല്ലെ. ഐ മീൻ V3 ഫോം അല്ലെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഹാഡ് പ്ലസ് ഹേർഡ് കണ്ടോ? ഓക്കെ, അപ്പോ പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ടാണ്. അപ്പൊ എന്തും കൂടെ നിങ്ങൾക്ക് ഇതിൽ മനസ്സിലാക്കാൻ കഴിയും, ഏർലിയർ പാസ്റ്റ് ആണ്. ഐ മീൻ ഒരുപാട് മുമ്പ് കഴിഞ്ഞു പോയ കാര്യങ്ങൾ അല്ലെ. ഇത് ഒരുപാട് മുൻപ് കഴിഞ്ഞു പോയത്, ഒരുപാട് മുമ്പ് കഴിഞ്ഞു പോയത് നമ്മള് പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം. ഒരുപാട് മുമ്പ് കഴിഞ്ഞു പോയത് പാസ്റ്റ് പെർഫെക്റ്റ്. ഐ മീൻ ഏർലി പാസ്റ്റ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുക. ഒന്നുമല്ല മക്കളെ, അതിൽ ഹാഡ് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ ഒരുപാട് മുമ്പ് കഴിഞ്ഞു പോയ കാര്യത്തിന് നമ്മള് ഹാഡ് പ്ലസ് എന്താണ് V2 ഫോം അല്ലെ V3 ഫോം യൂസ് ചെയ്യുക. ഐ മീൻ പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം ഓഫ് ദ വെർബ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോ പണ്ട് കഴിഞ്ഞു പോയ, ഒരുപാട് മുമ്പ് കഴിഞ്ഞു പോയി പെർഫെക്റ്റ് ആയിട്ട് കഴിഞ്ഞു പോയ കാര്യം പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു തൊട്ട് മുമ്പ് കഴിഞ്ഞു പോയ കാര്യമുണ്ട് അല്ലെ, ലേറ്റർ ഇവന്റ് അല്ലെങ്കിൽ ലേറ്റർ പാസ്റ്റ്. അത് നമ്മൾ ഏത് ടെൻസ് യൂസ് ചെയ്യണം? സിമ്പിൾ പാസ്റ്റ് യൂസ് ചെയ്യണം. കണ്ടില്ലേ, വാസ് against the missionary അല്ലെ. അപ്പൊ എന്താണ് സിമ്പിൾ പാസ്റ്റ്? അപ്പോ തൊട്ട് മുമ്പ് കഴിഞ്ഞു പോയ കാര്യത്തിന് സിമ്പിൾ പാസ്റ്റ് യൂസ് ചെയ്യാം. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ ഏർലി പാസ്റ്റിന് എന്താണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ സെൻസും, അതുപോലെ തൊട്ടു മുമ്പ് ലേറ്റർ ഇവന്റിന് സിമ്പിൾ പാസ്റ്റും യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ നിങ്ങൾ ഇതിൽ പഠിക്കാനുള്ളത്. നോട്ട് ചെയ്ത് വെക്കുക. ഏർലിയർ പാസ്റ്റ് അല്ലെങ്കിൽ ഏർലിയർ ഇവന്റ് എന്താ യൂസ് ചെയ്യേണ്ടത്? പാസ്റ്റ് പെർഫെക്റ്റ്. ഓക്കെ, അതുപോലെ തൊട്ടു മുമ്പ് നടന്ന കാര്യമാണെങ്കിൽ ഏർലിയർ അല്ല, ലേറ്റർ ഇവന്റോ ലേറ്റർ പാസ്റ്റോ ആണ് എന്നുണ്ടെങ്കിൽ സിമ്പിൾ പാസ്റ്റ് യൂസ് ചെയ്യാം. ക്ലിയർ ആണല്ലോ? ഇത് വ്യക്തമായിട്ടൊന്ന് ഓർത്ത് വെക്കുക, വ്യക്തമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ക്ലിയർ? നോക്കാം. ഇനി അതേപോലെ യൂസ് ചെയ്തിട്ടുള്ള സാഹചര്യമാണ് ഈവൻ സെലിബ്രിറ്റീസ് ഹു ഹാഡ് ഹേർഡ് അബൌട്ട് ഹിം വെർ ഈഗർ ടു മീറ്റ് ഹിം ദ പേഴ്സൺ അല്ലെ. സെലിബ്രിറ്റീസ് അദ്ദേഹത്തെ കുറിച്ച് കേട്ടിരുന്നു, അതുകൊണ്ട് തന്നെ അവർ അദ്ദേഹത്തെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്? വളരെ ക്യൂരിയസ് ആവാണ് അല്ലെ, താല്പര്യം പ്രകടിപ്പിക്കുകയാണ്. ഇത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ഏർലിയർ ഇവന്റ് ഓർ ഏർലിയർ പാസ്റ്റ് അല്ലെ, പണ്ട് ഒരുപാട് മുമ്പ് നടന്നു പോയ കാര്യം, അത് പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് യൂസ് ചെയ്ത് കാണുന്നുണ്ട് മക്കളെ. Celebrities had heard. എന്താണിത്? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആയിട്ടാണ് യൂസ് ചെയ്തത്. ഇനി ലേറ്റർ ഇവന്റ് തൊട്ട് മുമ്പ് കഴിഞ്ഞു പോയ കാര്യം പറയാൻ ഇവർ എന്താ യൂസ് ചെയ്തിരിക്കണം നോക്കി നിങ്ങള്. വേർ ഈഗർ ടു മീറ്റ് ഹിം. എന്താണ്? വേർ ഈഗർ ടു മീറ്റ് ഹിം ഇൻ എ പേഴ്സൺ. സിമ്പിൾ പാസ്റ്റ് യൂസ് ചെയ്തു. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഏർലിയർ ഇവന്റ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ യൂസ് ചെയ്യും, ലേറ്റർ ഇവന്റ് സിമ്പിൾ പാസ്റ്റ് യൂസ് ചെയ്യും. ക്ലിയർ?
we can see that the action happened at different points of time in the past. How do we speak about two such past actions in the same sentence? അല്ലെ, പണ്ട് നടന്ന രണ്ട് കാര്യങ്ങൾ ഒരു സെന്റൻസിൽ പറയുമ്പോൾ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് നമ്മളിപ്പോ പഠിച്ചു കഴിഞ്ഞു. ഇനി റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ക്ലിയർ ആയി. അത് ഇവരൊന്നും കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നോക്കാം. When we speak about two past events in the same sentence, അല്ലെ, രണ്ട് പാസ്റ്റ് കാര്യങ്ങൾ, കഴിഞ്ഞു പോയ രണ്ട് കാര്യങ്ങൾ ഒരു സെന്റൻസിൽ നിങ്ങൾക്ക് പറയണമെങ്കിൽ we use the past perfect to refers to the event action that happened earlier. എന്താണ്, നിങ്ങൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് earlier ആയിട്ട് നടന്നിട്ടുള്ള കാര്യം എന്താണോ അവിടെ യൂസ് ചെയ്യാം. Whereas simple past is used to refers to the later event. അല്ലെ, അപ്പൊ അത്രയേ ഉള്ളൂ. ഇപ്പൊ ഇത്രയും ഞാൻ പറഞ്ഞത് തന്നെയാ നോട്ട് ചെയ്ത് വെച്ചത്. ഇവരൊന്നും ഇങ്ങനെ പറഞ്ഞു തന്നുള്ളൂ. ഒരുപാട് ഏർലിയർ ആയിട്ട് നടന്നിട്ടുള്ള ഇവന്റ്, ഏർലിയർ ഇവന്റിന് പാസ്റ്റ് പെർഫെക്റ്റും ലേറ്റർ ഇവന്റിന് സിമ്പിൾ പാസ്റ്റും യൂസ് ചെയ്യുക. രണ്ട് നടന്നു കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഒരു സെന്റൻസിൽ പറയേണ്ട സാഹചര്യം നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ക്ലിയർ ആയല്ലോ. ഓക്കെ, read the following passage. Dad had cooked breakfast before ma'am woke up and as I had done all my homework. അച്ഛൻ അമ്മ എണീക്കുന്നതിന് മുമ്പ് വീട്ടിലെ എല്ലാ ബ്രേക്ക്ഫാസ്റ്റും അച്ഛൻ കുക്ക് ചെയ്യും, അല്ലേ? ആൻഡ് ഐ ഹാഡ് ഡൺ ഓൾ മൈ ഹോംവർക്ക്, ഞാൻ എൻ്റെ എല്ലാ ഹോംവർക്കും ചെയ്തു തീർക്കും. ഐ ജോയിൻഡ് ഡാഡ് ഇൻ ദ കിച്ചൺ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, അച്ഛന് കിച്ചണിൽ സഹായിക്കും. ഓക്കെ, എന്താണ്, എല്ലായിടത്തും രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് മക്കളെ, നിങ്ങൾ അത് ശ്രദ്ധിക്കുക. അല്ല, നിങ്ങൾ ഇതിന്റെ മീനിങ് അല്ല ശ്രദ്ധിക്കേണ്ടത്. അമ്മ എണീക്കും എന്നുള്ളത് തൊട്ടു മുമ്പ് നടക്കുന്നത്. അമ്മ എണീക്കുന്നതിന് മുമ്പ് അച്ഛൻ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കും എന്നുള്ളതോ വ്യക്തമാണ് ഇവിടെ. ഇതെന്താണ് മക്കളെ, മോം വോക്കപ്പ്, സിമ്പിൾ പ്രസന്റ്. ഡാഡ് അതിന് മുമ്പ് ചെയ്ത് തീർക്കുമെന്ന് പറയുന്നത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ക്ലിയർ ആണല്ലോ? അത്രേ ഉള്ളൂ. രണ്ട് കാര്യങ്ങൾ പറയുകയാണ്. ഇനി അതുപോലെ നോക്കിയേ, ഐ ഹാഡ് ഡൺ ഓൾ മൈ ഹോംവർക്ക്, ഐ ജോയിൻഡ് ഡാഡ് ഇൻ ദ കിച്ചൺ. എന്താണ്, ഇതെന്താണ് മക്കളെ, സിമ്പിൾ പ്രസന്റ് അല്ലെ. ഞാൻ കിച്ചണിൽ അച്ഛനെ പോയി സഹായിക്കും, അതിനു മുമ്പ് ഞാൻ ഹോംവർക്ക് ചെയ്തു തീർക്കും. രണ്ട് കാര്യങ്ങൾ പാസ്റ്റിൽ നടന്നു. ഒന്ന് പാസ്റ്റ് പെർഫെക്റ്റിലും പറഞ്ഞു, ഒന്ന് സിമ്പിൾ പാസ്റ്റിലും പറഞ്ഞു. വളരെ സിമ്പിൾ ആണ് അല്ലെ. നോക്കാം അടുത്തത്. മാം ഹാഡ് വർക്ക്ഡ് ലേറ്റ് ദ ഡേ ബിഫോർ ആൻഡ് സ്ലെപ്റ്റ് ഓൺ ദ ബിറ്റ് ലോങ്ങർ. മാം ഹാഡ് വർക്ക്ഡ് ലേറ്റ് ഡേ ദ ബിഫോർ അല്ലെ. ആ ഡേക്ക് മുമ്പ് മാം എന്ത് ചെയ്തു, വളരെ ലേറ്റ് ആയിട്ടാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. ആൻഡ് സ്ലെപ്റ്റ് ഓൺ എ ബിറ്റ് ലോങ്ങർ അല്ലെ. എന്നിട്ട് എന്ത് ചെയ്യും, കുറച്ച് കൂടുതൽ നേരം ഉറങ്ങും. Then my little brother sat in the corner of the kitchen with the toy car with my uncle had brought in the last week. അല്ലെ, എന്നാ ഈ സെന്റൻസിൽ നിങ്ങളൊന്ന് പറഞ്ഞു തന്നെ, ഈ സെന്റൻസിൽ എവിടെയാണ് പാസ്റ്റ് പെർഫെക്റ്റും പാസ്റ്റ് സിമ്പിൾ പാസ്റ്റ് യൂസ് ചെയ്തിരിക്കുന്നത്? അത് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ അതിൽ ആദ്യം നടന്ന സംഭവം ഏതാന്ന് കണ്ടുപിടിക്കണം. ആദ്യം നടന്ന സംഭവം പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ടും പിന്നെ നടന്ന സംഭവം എങ്ങനെയായിരിക്കും, സിമ്പിൾ പ്രസന്റ് ആയിട്ടുണ്ടാവും. ഇവിടെ നോക്കിയേ, മൈ ലിറ്റിൽ ബ്രദർ സാറ്റ് ഇൻ എ കോർണർ ഓഫ് ദ കിച്ചൺ വിത്ത് ടോയ് കാർ ദാറ്റ്. എന്റെ ബ്രദർ അങ്കിള് വാങ്ങിക്കൊടുത്ത കാറ് കൊണ്ട് കിച്ചണിൽ കളിക്കുമായിരുന്നു. ക്ലിയർ? പക്ഷെ അതെന്താണ്, അങ്കിൾ ഹാഡ് ബ്രോട്ട് ഈസ് ലാസ്റ്റ് വീക്കിൽ അങ്കിൾ വാങ്ങിക്കൊടുത്ത കാറായിരുന്നു. അപ്പൊ ലാസ്റ്റ് വീക്കിൽ അങ്കിൾ കാറ് വാങ്ങി എന്നുള്ളതാണ് ഏർലിയർ പാസ്റ്റ്. സോ നോക്കിയേ മക്കളെ, ഹാഡ് ബ്രോട്ട് കണ്ടോ, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് അല്ലെ. ഇനി കുട്ടി കളിക്കുക എന്നുള്ളത് നോക്കിയേ, ദ ബ്രദർ സാറ്റ് കോർണർ കണ്ടോ, അതെന്താണ്, സിമ്പിൾ പാസ്റ്റും. ക്ലിയർ ആയെന്ന്, വ്യക്തമായിട്ട് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. പാസ്റ്റിൽ രണ്ട് കാര്യങ്ങൾ നടക്കുന്നു. ഏർലിയർ ഇവന്റ് എന്താണ്, പാസ്റ്റ് പെർഫെക്റ്റ്. ആൻഡ് ലേറ്റർ ഇവന്റ് എന്താണ്, സിമ്പിൾ പാസ്റ്റ്. ക്ലിയർ? നോക്കാം, വീണ്ടും നോക്കാം. Mom woke up and was happy to see us prepare breakfast. അമ്മ എണീക്കുമ്പോ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയത് കണ്ടിട്ട് ഹാപ്പി ആയി. She took some chocolate which he had kept in the fridge. നോക്കിയേ, ഇവിടെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ്, അമ്മ ഞങ്ങൾക്ക് ചോക്ലേറ്റ് കൊണ്ടു തന്നു. അമ്മ ഒരുപാട് മുമ്പ് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചിരുന്ന ചോക്ലേറ്റ്. അപ്പോ ഫ്രിഡ്ജിൽ പണ്ട് ചോക്ലേറ്റ് കൊണ്ടുപോയി വെച്ചത് പണ്ടത്തെ കാര്യമായോണ്ട് അത് ഏർലിയർ ആണ്. അതുകൊണ്ട് അത് പാസ്റ്റ് പെർഫെക്റ്റും. ഇപ്പൊ കൊണ്ടു തന്നത് എന്താണ്, ചോക്ലേറ്റ് കൊണ്ടു തന്നു തൊട്ടു മുമ്പ് നടന്ന കാര്യമാണ് സിമ്പിൾ പാസ്റ്റ്. ക്ലിയർ?
Then I had seen them before but never ate any without her permission. അല്ലെ, ഞാനത് പണ്ടേ കിച്ചണിൽ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ അല്ല ഫ്രിഡ്ജ് കണ്ടിട്ട് ഞാൻ എടുത്ത് കഴിച്ചില്ല. അപ്പൊ പണ്ട് കണ്ടു എന്നുള്ളത് പാസ്റ്റ് പെർഫെക്റ്റും അത് എടുത്ത് കഴിച്ചില്ല എന്നുള്ളത് സിമ്പിൾ പാസ്റ്റും. ക്ലിയർ? She gave us two each, gave dad none as he had eaten his share day before. അല്ലെ, ഞങ്ങൾക്കൊക്കെ 2 എണ്ണം തന്നു, പക്ഷെ അച്ഛന് കൊടുത്തില്ല, കാരണം അച്ഛൻ ഓൾറെഡി കഴിച്ചിട്ടുണ്ടായിരുന്നു അച്ഛന്റെ ഷെയർ എന്നാണ് പറയുന്നത്. അല്ലെ, കണ്ടോ, ഹാഡ് ഈറ്റൻ, പണ്ടാണ് അച്ഛൻ കഴിച്ചത്, ഇവരിപ്പൊ കഴിക്കുകയാണ് അല്ലെ. അപ്പൊ പണ്ട് അച്ഛൻ കഴിച്ചത് കൊണ്ട് തന്നെ അത് പാസ്റ്റ് പെർഫെക്റ്റും അതിനുശേഷം നടന്ന സംഭവം ലേറ്റർ ഇവരുതായത് കൊണ്ട് അതെന്ത് കൊടുത്തു? സിമ്പിൾ പാസ്റ്റും കൊടുത്തു. ക്ലിയർ? Then I tasted better than those we had tasted at Auntie Picky's house. അല്ലെ, ഞങ്ങള് ആന്റിയുടെ വീട്ടിൽ നിന്നും കഴിച്ചതിനേക്കാൾ ഒന്നും കൂടെ ബെറ്റർ ആയിട്ട് ടേസ്റ്റ് ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ ആന്റിയുടെ വീട്ടിൽ വെച്ച് കഴിച്ചത് എന്നുള്ളത് എന്താണ് മക്കളെ? പാസ്റ്റ് ആണ് കേട്ടോ. എന്ത് പാസ്റ്റ്? ഏർലിയർ പാസ്റ്റ് അല്ലെ. ഇപ്പൊ ഇവിടുന്ന് കഴിക്കുന്നതോ അത് ലേറ്റർ പാസ്റ്റ്. സ്വാഭാവികമായിട്ടും ആന്റിയുടെ വീട്ടിൽ എങ്ങനെ കൊടുക്കണം മക്കളെ? പാസ്റ്റ് പെർഫെക്റ്റ്, ഹാഡ് വേണം, ഹാഡ് പ്ലസ് ED ഫോം വേണം, ഐ മീൻ PP, പാസ്റ്റ് പാർട്സ് ഓഫ് ദ വെർബ് ആണ് കൊടുക്കുക ഹാഡിന്റെ കൂടെ. ദെൻ അതിന്റെ ഇവിടെ കൊടുത്തിട്ടുള്ളത് നോക്കിയേ, ഇറ്റ് ടേസ്റ്റഡ് ആണ്, സിമ്പിൾ പാസ്റ്റ് ആണ്. ക്ലിയർ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്. പാസ്റ്റിൽ നടന്നു പോയിട്ടുള്ള 2 കാര്യങ്ങൾ ഒരു സെന്റൻസിൽ നിങ്ങൾക്ക് പാസ്റ്റിൽ നടന്നു പോയിട്ടുള്ള 2 കാര്യങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ പാസ്റ്റിൽ നടന്നു പോയിട്ടുള്ള ഏർലിയർ ഇവന്റ്, പാസ്റ്റിൽ നടന്നു പോയ 2 കാര്യങ്ങളിൽ ഏത് കാര്യമാണോ ഏറ്റവും മുമ്പ് നടന്നത് അതിന് പാസ്റ്റ് പെർഫെക്റ്റും അതിനുശേഷം നടന്ന ലേറ്റർ ഇവന്റിന് സിമ്പിൾ പാസ്റ്റ് ടെൻസും കൊടുക്കുക. ക്ലിയർ ആണല്ലോ? ഓക്കെ. Then now analyze the sentence in the passage and fill up the box. അല്ലെ, ഇങ്ങനെ 2 ടേബിൾ തന്നിട്ടുണ്ട്. ഒരു ഏർലിയർ പാസ്റ്റും ഇമ്മീഡിയറ്റ് പാസ്റ്റും. ഐ മീൻ ഏർലിയർ ഇവന്റും ഇമ്മീഡിയറ്റ് ആയിട്ട് നടന്നിട്ടുള്ള ഇവന്റും അല്ലെ. കുറെ മുമ്പ് നടന്നതും അതിന്റെ കുറച്ച് മുമ്പ് നടന്നതും നോക്കാം. ഡാഡ് ഹാഡ് കുക്ക്ഡ് ബ്രേക്ക്ഫാസ്റ്റ്. ഡാഡ് ബ്രേക്ക്ഫാസ്റ്റ് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മോം എണീറ്റപ്പോ മോം എണീറ്റു എന്നുള്ളത് തൊട്ട് മുമ്പ് നടന്ന കാര്യം. ഡാഡ് ഭക്ഷണമൊക്കെ റെഡിയാക്കി വെച്ചെന്നുള്ള ഒരുപാട് മുമ്പ് നടന്നതായതുകൊണ്ട് ഇവിടെ ഹാഡ് കുക്ക്ഡ് കേട്ടോ. ഈ ഏർലിയർ പാസ്റ്റിൽ എന്ത് വേണം? എപ്പോഴും മക്കളെ മറക്കണ്ട, അതിലെപ്പോഴും ഹാഡ് വേണം കേട്ടോ. ഹാഡ് വേണം, ഹാഡ് പ്ലസ് PP വേണം അല്ലെ, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വെർബ്. ക്ലിയർ ആണല്ലോ? ഇവിടെ എന്താണ്? എപ്പോഴും സിമ്പിൾ പാസ്റ്റ് ആണ് അല്ലെ, സിമ്പിൾ പാസ്റ്റ് ആണ് കേട്ടോ. ഇവിടെ സബ്ജക്റ്റ് പ്ലസ് എന്തായിരിക്കും? V2 ഫോം ഓഫ് ദ വെർബ് അല്ലെ. നോക്കാം. ഇനി ഇത് ഈ ടേബിളിൽ കൊടുക്കുന്നതാണ് അല്ലെ, ഇവിടെയും കൊടുക്കാനുള്ളതാണ്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ കൊടുക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടും അതിനും നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ കൊടുത്തു എന്നുള്ളൂ. ഇത് നിങ്ങൾ ഇവിടെ കൊടുക്കേണ്ടതാണ് കേട്ടോ. ഇനി ഇവിടെ വരാൻ പോകുന്നത് ഈ ഏർലിയർ പാസ്റ്റിൽ വരാൻ പോകുന്നതാണ് ഇവിടെ കാണുന്നത്. ക്ലിയർ ആണല്ലോ? നോക്കാം. ഏർലിയർ പാസ്റ്റ് ആക്ഷൻസ്. ഡാഡ് ഹാഡ് കുക്ക്ഡ് ബ്രേക്ക്ഫാസ്റ്റ്. ഡാഡ് ബ്രേക്ക്ഫാസ്റ്റ് കുക്ക് ചെയ്തു. ഐ ഹാഡ് ഡൺ ഓൾ മൈ ഹോംവർക്ക്. ഞാൻ എല്ലാം ഹോംവർക്കും ചെയ്തു. മാം ഹാഡ് വർക്ക്ഡ് ലൈക്ക് ദ ഡേ ബിഫോർ അല്ലെ. മൈ അങ്കിൾ ഹാഡ് ബ്രോട്ട് മൈ ലിറ്റിൽ ബ്രദർ എ ടോയ് കാർ ലാസ്റ്റ് വീക്കിൽ കൊണ്ടു കൊടുത്തു അല്ലെ. ഷീ ഹാഡ് കെപ്റ്റ്, വീട്ടിൽ ഓൾറെഡി സൂക്ഷിച്ചു വെച്ചിരുന്നു ചോക്ലേറ്റ് ഫ്രിഡ്ജില്. ഐ ഹാഡ് സീൻ ദ ചോക്ലേറ്റ് ബിഫോർ. ഞാൻ ഇതിനു മുമ്പ് ഈ ചോക്ലേറ്റ് കണ്ടിട്ടുണ്ട്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഒക്കെ ഒന്ന് നോക്കിയേ. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിന്റെ ഇത് അറിയണം. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്താണ്? ഹാഡ് പ്ലസ് PP, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വെർബ് അല്ലെ. അധികം ED വെച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ കെപ്റ്റ്, സീൻ എന്നൊക്കെ പറഞ്ഞത്, ബ്രോട്ട് അല്ലെങ്കിൽ വർക്ക്ഡ്, ഡെൻ ഇങ്ങനെയൊക്കെ വരും കേട്ടോ. കുക്ക്ഡ് കണ്ടോ. അപ്പൊ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം എന്താന്നുള്ളത് വ്യക്തമായിട്ട് അറിയണം. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോംസിന്റെ ഫോമും അറിയണം. അപ്പൊ അത് അങ്ങനെ ആവുമ്പോൾ ഏർലിയർ ഇവന്റ്സ്, ഏർലിയർ പാസ്റ്റ് ആക്ഷൻസിന് നമുക്ക് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം കൊടുക്കാൻ കഴിയും. ക്ലിയർ ആണല്ലോ? ദെൻ ഇമ്മീഡിയറ്റ് പാസ്റ്റ്, സിമ്പിൾ പാസ്റ്റ് ആണ് കേട്ടോ. നോക്കാം. സിമ്പിൾ പാസ്റ്റിലെ ഫസ്റ്റ് വൺ, മാം വോക്ക് അപ്പ് അല്ലെ, അമ്മ എണീറ്റു. ഐ ജോയിൻഡ് ഡാഡ് ഇൻ ദ കിച്ചൺ അല്ലെ. ഇവിടെ വെറും സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് ആണ് കേട്ടോ. നോക്കാം.
subject plus past form of the verb. My little brother sat in a corner of the kitchen with a toy car. My mom woke up and was happy to see us prepare the breakfast. Then she took some chocolate from the fridge. Fridge നിന്നും ചോക്ലേറ്റ് എടുത്തു തന്നു. She gave us 2 chocolate each and gave dad none. ഞങ്ങൾക്കൊക്കെ 2 ചോക്ലേറ്റ് വെച്ച് തന്നു, അച്ഛന് കൊടുത്തില്ല. I tasted bitter. Better than those we had tasted at Aunt Picky's house. എന്ന് കഴിച്ചതിനാട്ടിലും കൂടെ ബെറ്റർ ആയിരുന്നു. നോക്കാം, സിമ്പിൾ പാസ്റ്റ് ടെൻസിന്റെ യൂസ് അറിയണം. സിമ്പിൾ പാസ്റ്റ് ടെൻസിന് പിന്നെ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല അല്ലെ. റൈറ്റ് ആണെങ്കിൽ റോട്ട് അങ്ങനെയൊക്കെ വരിക, സിറ്റിന് സാറ്റ് വരും, വാക്കിന് വോക്ക് വരും, ജോയിനഡ് വരും, ഗീവ് ഗേവ് ആണ്, ടേസ്റ്റഡ് ആയിരിക്കും അല്ലെ. ഇങ്ങനെയുള്ള വെർബിന്റെ ആ ഒരു യൂസ് മാത്രം നിങ്ങൾക്ക് അറിഞ്ഞാൽ മതി കേട്ടോ. അപ്പൊ സിമ്പിൾ പാസ്റ്റ് വളരെ ഈസി ആയിട്ട് എഴുതാൻ കഴിയും. ഓക്കെ, look at the timeline given below. Add details about what did you use അല്ലെ. ഇനി നമുക്ക് ഇവിടെ എന്ത് കാണാൻ സാധിക്കുന്നുണ്ട്? പാസ്റ്റ് നമ്മൾ കഴിഞ്ഞു പോയ കാര്യങ്ങൾ എങ്ങനെ പറയാ? സിമ്പിൾ പാസ്റ്റ് ആയിട്ടാ പറയാം അല്ലെ. കഴിഞ്ഞു പോയ നമ്മുടെ ലൈഫിൽ കഴിഞ്ഞു പോയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എങ്ങനെ പറയും? സിമ്പിൾ ആയിട്ട് തന്നെ പറയണം. അപ്പൊ കഴിഞ്ഞു പോയ കാര്യങ്ങൾ സിമ്പിൾ ആയിട്ട് പറയുമ്പോൾ അത് സിമ്പിൾ പാസ്റ്റ് അല്ലെ. നോക്കാം, 5 AM. 5 AM അലാറം വെന്റ് ഓഫ്, അലാറം ബെല്ലടിച്ചു അല്ലെ. 5:35 ഒന്നും തന്നിട്ടില്ല. ഇനി ഇവിടത്തെ ബെൽ റാങ്ക് കൊടുത്തിട്ടുണ്ട്, റീച്ച്ഡ് സ്കൂൾ കൊടുത്തിട്ടുണ്ട്, സ്കൂള് റീച്ച് ചെയ്തിട്ടുണ്ട്. അവര് ബാക്കി എന്ത് ചെയ്യണം? സ്കൂളിൽ റീച്ച് ചെയ്തതിനു ശേഷം ഇനി അങ്ങോട്ട് നിങ്ങളോട് സ്വന്തമായിട്ട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇവിടെ ടെൻസ് ഏതാ യൂസ് ചെയ്യാ മക്കളെ? പാസ്റ്റ് ആണ് കേട്ടോ, സിമ്പിൾ പാസ്റ്റ്. ഏത് ടെൻസ് ആണ്? സിമ്പിൾ പാസ്റ്റ് ടെൻസ്. ഓക്കെ, സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുക. നോക്കാം, ടൈം ലൈൻ ഓഫ് ദ യെസ്റ്റർഡേ കേട്ടോ. അവിടെ നിങ്ങൾക്ക് ആഡ് ചെയ്യാനുള്ളതാണ്. 5 AM മൈ അലാറം വെന്റ് ഓഫ്. 5:35 I got off bed and went for a morning jog. അല്ലെ, ഞാൻ ബെഡിൽ നിന്ന് എണീറ്റ് ഒരു എക്സസൈസ് ചെയ്യാനൊക്കെ അങ്ങ് പോയി അല്ലെ, ഒരു നടത്തം. Then 7 AM I returned home, took a shower and had breakfast. അല്ലെ, ഞാൻ വീട്ടിലോട്ട് തിരിച്ചു വന്നു, കുളിച്ചു, എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. സ്ഥിരമായിട്ട് ഡയറി എഴുതുന്നവർക്ക് ഇത് വളരെ, നിങ്ങൾ ഡയറി എഴുതിയ പഠിച്ച കുട്ടികളാണെങ്കിൽ എന്തിന്, പല സ്കൂളിൽ നമ്മൾ ഡയറി എഴുതിക്കാറുണ്ട് അല്ലെ. സ്ഥിരമായിട്ട് ഡയറി എഴുതുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പാസ്റ്റ് ടെൻസ് ഈസി ആയിരിക്കും. ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി എഴുതി പഠിച്ചിട്ടുണ്ടാവും. നോക്കാം, 8 AM I packed my school bag and prepared for the day. അല്ലെ, ഞാൻ എന്റെ സ്കൂൾ ബാഗ് പാക്ക് ചെയ്തു, ആ ദിവസത്തിന് വേണ്ടിയിട്ട് പ്രിപ്പയർഡ് ചെയ്തു. 9:25 I left home and headed to the school. അല്ലെ, വീട്ടിൽ നിന്ന് പോയിട്ട് സ്കൂളിലോട്ട് പോയി. Then 9:30 the bell rang and reached the school just in time. അല്ലെ, കറക്റ്റ് സമയത്ത് എത്തി, ബെല്ലടിച്ചു. 11 AM അറ്റൻഡഡ് എ മാത്സ് ക്ലാസ് ആൻഡ് കംപ്ലീറ്റ് ക്വിസ്. അല്ലെ, ഒരു മാത്സ് ക്ലാസ് അറ്റൻഡ് ചെയ്തു, ക്വിസ് കംപ്ലീറ്റ് ചെയ്തു. നിങ്ങൾ ഇതൊക്കെ നോക്കണം കേട്ടോ. അറ്റൻഡഡ്, റാങ്ക്, റീച്ച്ഡ്, കംപ്ലീറ്റഡ്, ഹെഡഡ്, പ്രിപ്പയർഡ്, ഹാഡ് ബ്രേക്ക്ഫാസ്റ്റ്, ടുക്ക്. ഇതിൽ നിങ്ങൾ പ്രസന്റ് പറഞ്ഞ സംഭവേ കാണാൻ കഴിയില്ല അല്ലെ. ഒക്കെ പാസ്റ്റ് ഫോംസ് ആണ് കേട്ടോ. അടുത്തത് 12:30 ഹാഡ് ലഞ്ച് വിത്ത് മൈ ഫ്രണ്ട്സ് ഇൻ സ്കൂൾ കഫ്റ്റേരിയ. അല്ലെ, സ്കൂൾ കഫ്റ്റേരിയയിൽ വെച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു? ലഞ്ച് കഴിച്ചു. 2 PM പാർട്ടിസിപ്പേറ്റ് ഇൻ ഗ്രൂപ്പ് പ്രൊജക്ട് മീറ്റിംഗ്. ദ സയൻസ് ക്ലാസ്സിൽ ഒരു ഗ്രൂപ്പ് പ്രൊജക്ട് പാർട്ടിസിപ്പേറ്റഡ് ചെയ്തു. Then 3:50 ഫിനിഷ്ഡ് സ്കൂൾ ഡേ ആൻഡ് ഹെഡ് സ്കൂൾ. ഒരു 3:15 സ്കൂൾ വിടുന്ന സ്കൂളാണെന്ന് തോന്നുന്നു അല്ലെ. Then 5 PM കംപ്ലീറ്റഡ് ഹോംവർക്ക് ആൻഡ് സ്റ്റഡി ഫോർ ദ നെക്സ്റ്റ് ഡേയ്സ് ടെസ്റ്റ്. അല്ലെ, ഹോംവർക്ക് ഒക്കെ ചെയ്ത് കഴിഞ്ഞു, അടുത്ത ദിവസത്തേക്ക് ടെസ്റ്റ് പഠിച്ചു അല്ലെ. നിങ്ങളെപ്പോലെ നല്ല നല്ലൊരു കുട്ടിയാണെന്ന് തോന്നുന്നു അല്ലെ. അടുത്തത് 6:30 PM went to the park to play basketball with my friends. അല്ലെ, അതാണ് മക്കളെ. കളി വിട്ടിട്ടില്ല, കാര്യമൊന്നുമില്ല. ഹോംവർക്ക് കഴിഞ്ഞിട്ട് കളിക്കാൻ പോയിട്ടുണ്ട് കേട്ടോ. പാർക്കിലോട്ട് കളിക്കാൻ പോയി, ബാസ്കറ്റ്ബോൾ ഫ്രണ്ട്സിന്റെ കൂടെ കേട്ടോ. Then 8 PM returned home. അല്ലെ, ഇതിപ്പോ നമുക്ക് വലിയ പ്രശ്നമായിരിക്കില്ല മക്കളെ. 8 മണിക്കൊക്കെ വീട്ടിൽ കയറിയാൽ കഴിഞ്ഞാൽ വിവരം അറിയും അല്ലെ. 6 മണിയാകുമ്പോഴത്തിന് വീട്ടിൽ കയറേണ്ടി വരും അല്ലെ. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഐഡിയക്ക് എഴുതുക കേട്ടോ. അവന്റെ ഇത് വീട്ടിലോട്ട് എത്തി, ഡിന്നർ കഴിച്ചു, സ്പെൻഡ് ടൈം വിത്ത് ഫാമിലി. അച്ഛന്റെ അമ്മന്റെയും കൂടെ വീട്ടുകാരോട് കുറച്ച് സമയമൊക്കെ ചെലവഴിച്ചു. Then 9:30 read a book and relaxed before bed. അല്ലെ, ഒരു ബുക്കൊക്കെ വായിച്ചിട്ട് നല്ല സുഖമായിട്ട് അങ്ങ് കിടന്നുറങ്ങി. ഓക്കെ, Then 10:30 went to bed and fell asleep. അല്ലെ, ഉറക്കത്തിലോട്ട് പോയി മക്കളെ. ഒരു ദിവസം ഫുള്ള് പാസ്റ്റിൽ അങ്ങ് എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ക്ലിയർ ആയല്ലോ?
Now based on the timeline, write a paragraph using the past perfect and the simple past. You may begin like this. അല്ലെ മക്കളെ, ഇവിടെ നിങ്ങളോട് പറയാണ് പാസ്റ്റ് പെർഫെക്റ്റും സിമ്പിൾ പാസ്റ്റും. അല്ലെ പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയാൻ ഏതായിരുന്നു? ഹാഡ് യൂസ് ചെയ്യണം. ഹാഡ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വെർബ്. സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ പിന്നെ സിമ്പിൾ പാസ്റ്റ്. നിങ്ങൾക്ക് അറിയാലോ, സബ്ജക്ട് പ്ലസ് പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ്. ഓക്കെ, നോക്കാം. The alarm had gone off. അല്ലെ ഞാൻ നേരത്തെ കാണിച്ച ആ ടൈം ലൈൻ ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് കേട്ടോ നിങ്ങൾ ഇത് എഴുതേണ്ടത്. ഫസ്റ്റ് നമുക്ക് നോക്കാം. ദ അലാറം ഹാഡ് ഗോൺ ഓഫ്. അല്ലെ അലാറം ബെല്ലടിച്ച് അത്ര 5:30 in the morning before I woke up. ഞാൻ എണീക്കുന്നതിന് മുമ്പ് അലാറം ബെല്ലടിച്ചു. ഇവിടെ നമുക്ക് എന്ത് വന്നു? രണ്ട് കാര്യങ്ങൾ. അല്ലെ പാസ്റ്റിൽ നടന്ന രണ്ട് കാര്യം ഞാൻ ഒരൊറ്റ സെന്റൻസിൽ പറഞ്ഞു. പാസ്റ്റിൽ നടന്ന രണ്ട് കാര്യം ഞാൻ ഒരൊറ്റ സെന്റൻസിൽ പറഞ്ഞു. ആദ്യത്തെ കാര്യം ഞാൻ എങ്ങനെ പറഞ്ഞു? ഹാഡ് വെച്ചിട്ട് പറഞ്ഞു, പാസ്റ്റ് വെച്ചിട്ട് പാസ്റ്റ് പാർട്ടിസിപ്പിൾ പറഞ്ഞു. രണ്ടാമത്തെ ഞാൻ എന്ത് പറഞ്ഞു? സിമ്പിൾ പാസ്റ്റ് പറഞ്ഞു. ഇങ്ങനെ നിങ്ങൾ എല്ലാ സെന്റൻസും ഒന്ന് പാസ്റ്റ് പാർട്ടിസിപ്പിൾ യൂസ് ചെയ്യുക, ഒന്ന് സിമ്പിൾ പാസ്റ്റ്. ഒരു സെന്റൻസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ യൂസ് ചെയ്യുക, അടുത്ത സെന്റൻസ് സിമ്പിൾ പാസ്റ്റ്. ഐ മീൻ ഒരു സെന്റൻസിൽ രണ്ട് കാര്യങ്ങൾ പറയാം. ഒന്ന് പാസ്റ്റ് പാർട്ടിസിപ്പിളും ഒന്ന് സിമ്പിൾ പാസ്റ്റിലാവണം. ഒരു സെന്റൻസിൽ രണ്ട് കാര്യങ്ങൾ പറയണം. അതും ഈ ഒരു നമ്മൾ പഠിപ്പിച്ച പോലെ തന്നെ കേട്ടോ. ഏറിയ പാസ്റ്റും ഉണ്ടാവണം, അതുപോലെ ലേറ്റർ പാസ്റ്റും ഉണ്ടാവണം. ക്ലിയർ? നോക്കാം. The alarm had gone off at 5 in the morning before. അല്ലെ 5 AM മോർണിംഗിനായിട്ട് അലാറം ബെല്ലടിച്ചു. I woke up by 5:30 AM. I had gotten out of bed and gone for a morning jog. അല്ലെ രണ്ട് കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കണ്ടല്ലോ, had gotten വന്നു, gone കണ്ടോ. Then after returning home at 7 AM, I took a shower and had breakfast. My 8 AM, I had packed my school bag and prepared for the day. I had packed it. Okay, past participle use ചെയ്തു, simple past അല്ലെ simple past പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഒരു സെന്റൻസിൽ ഞാൻ രണ്ട് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. I left home at 9:25 AM and reached school just as the bell rang at 9:30 AM. After attending the maths class and completing the quiz at 11 AM, I had lunch with my friends in the school cafeteria at 9:30. Later, I participated in the group of project for the science class at 2 PM. അല്ലെ പാർട്ടിസിപ്പിൾ സിമ്പിൾ പാസ്റ്റ് ഇങ്ങനെ മിക്സ് ചെയ്ത് ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. By 3:50 PM, the school day had finished and I headed, and അവിടെ past participle, simple past, home. After completing my homework and studying for the next at 5 AM PM, I went to the park to play basketball with my friends at 6:30 PM. Upon returning home at 8 PM, I had dinner and spent time with my family. I had dinner. ഇതെന്താണ് മക്കളെ? Past participle, simple past. Then finally, after reading a book and relaxing before bed at 9:30, I went to sleep and 10:30 PM. ആ എഴുതിയത് അതേപോലെ തന്നെ കൊടുത്തേക്കാണ്. പക്ഷെ ഇടയ്ക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? ഇടയ്ക്ക് രണ്ട് കാര്യങ്ങൾ പറയണം. അതൊന്ന് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയിട്ടും ഒന്ന് സിമ്പിൾ പാസ്റ്റ് ആയിട്ടും പറയണം. ക്ലിയർ ആയല്ലോ? ഇതോടുകൂടി നിങ്ങൾ എന്ത് പഠിക്കും മക്കളെ? പാസ്റ്റ് പാർട്ടിസിപ്പിൾ ടെൻസ് പഠിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. കൂടെ സിമ്പിൾ പാസ്റ്റ്. ക്ലിയർ? Then activity 3. The Gandhiji always wanted children to develop vocational skills along with the formal education. We live in a world with many career opportunity. How do we choose the career that is ideal for us? നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലെ, ഗാന്ധിജിയുടെ വിദ്യാഭ്യാസ രീതി എങ്ങനെയായിരുന്നു? നമ്മുടെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ രീതി പോലെയാണോ? അല്ല, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ രീതിയായിരുന്നു അല്ലെ. ഗാന്ധിജി പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് തൊഴിലും കൂടെ പഠിപ്പിച്ചിരുന്നു, കൈത്തൊഴിലുകള്. അങ്ങനെ ഒരു തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ രീതിയായിരുന്നു കൂടെ പഠിപ്പിച്ചു കൊടുത്തിരുന്നത് ഗാന്ധിജി അല്ലെ. അപ്പൊ അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഫസ്റ്റ് വി ഷുഡ് ടെസ്റ്റ് അവർ ആപ്റ്റിറ്റ്യൂഡ്. ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കോൾഡ് കേരള ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയും അല്ലെ. നമുക്കും ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനൊരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പറയുന്നുണ്ട്. കേരള ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്.
KDAT എന്നാണ്, കരിയർ ഗൈഡൻസ് എന്നൊക്കെ പറയുന്ന ഗവൺമെന്റിന്റെ ഒരു പ്രോഗ്രാം ആണ് കേട്ടോ. ഈസ് ഓഫേർഡ് ബൈ അവർ സ്റ്റേറ്റ് ഗവൺമെന്റ്. നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ഈ പ്രോഗ്രാം ചെയ്തിട്ടുള്ളത്. യു മേ ടേക്ക് ദ ടെസ്റ്റ് ടു ഡിസ്കവർ യുവർ ആപ്റ്റിറ്റ്യൂഡ് ദെൻ സെറ്റ് യുവർ കരിയർ ഗോൾസ്. അല്ലെ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം മക്കളെ, ഈ ടെസ്റ്റ് പോയിട്ട് അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങളുടെ ലൈഫിലെ കരിയർ ഗോൾസ് എന്താണോ അത് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. നിങ്ങൾ ഈ ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? നോക്കൊണ്ട് മക്കളതാ, ഇങ്ങനെ ഒന്ന് അടിച്ചു നോക്കൊണ്ട്. ഇതിനെ കുറിച്ച് അറിയാത്തവരാണ് എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് പോയി നോക്കുക. എന്തായാലും നിങ്ങൾ ഫ്രീ ടൈം ആവുമ്പോൾ ഇതൊക്കെ ഒന്ന് ഇങ്ങനെ ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കരിയർ ഗൈഡൻസ് സൈറ്റിൽ പോയിട്ട് നോക്കുക എന്താണ് ടെസ്റ്റ്, എന്തൊക്കെയാണ് അതിലുള്ളത്, അതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്. നമ്മുടെ ഗവൺമെന്റ് നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ ഒന്ന് അറിയാം കേട്ടോ. അതിന്റെ പേരാണ് KDAT എന്നാണ്, കരിയർ ഗൈഡൻസ് പ്രോഗ്രാം ആണ് ഗവൺമെന്റിന്റെ കേട്ടോ. അത് അറ്റൻഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് എന്താണ്, നമ്മുടെ അഭിരുചിക്ക് അനുസരിച്ച് നമുക്ക് നമ്മുടെ എന്ത് ചെയ്യാം, കരിയർ ഗോൾസ് സെറ്റ് ചെയ്യാം. ക്ലിയർ? When we approach an employer after finishing our studies, we need to furnish certain details about ourselves. An account of our personal details, educational qualification and other credentials are the furnished in a document that is present to the employer. Such a document is termed as കരിക്കുലം വിറ്റ്. ഇത്രേ ഉള്ളു മക്കളെ, കരിക്കുലം വിറ്റ് തയ്യാറാക്കണം. അല്ലെ, എന്താണ് CV തയ്യാറാക്കുക. നമ്മളിങ്ങനെ CV തയ്യാറാക്കുക എന്നേ പറയാറുള്ളൂ അല്ലെ. CV കൊണ്ടുവന്നിട്ടുണ്ടോ, നമ്മളൊരു ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോ CV കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിക്കും അല്ലെ. അല്ലെങ്കിൽ CV ഒന്ന് മെയിൽ അയക്കും, ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ എന്നിട്ട് ജോലിക്ക് വിളിക്കാം അല്ലെ. CV അയച്ചു തന്നിട്ട് ഞാൻ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇന്റർവ്യൂ ഡേറ്റ് തരാം എന്നൊക്കെ പറയും. അപ്പൊ CV എന്താണ്, ഒന്നുമില്ല മക്കളെ, നമ്മൾ പറഞ്ഞു പഠിച്ചിട്ടുള്ളത് ബയോഡേറ്റ തയ്യാറാക്കി കൊണ്ടുവരാന്നാണ് അല്ലെ. അപ്പൊ ബയോഡേറ്റയുടെ ഒരു വലിയ വേർഷൻ ആണ്. ബയോഡേറ്റ എന്ന് പറയുമ്പോൾ ഒരു ചെറിയ വേർഷൻ ആണ്. പക്ഷെ നമ്മളൊരു ഇന്റർവ്യൂവിനോ ജോലിക്കൊക്കെ വേണ്ടിയിട്ട് CV തയ്യാറാക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു വലിയ വേർഷൻ ആണ് കേട്ടോ. നമ്മൾ ചെറിയ കുട്ടികളാകുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള എന്താണ്, ബയോഡേറ്റ തയ്യാറാക്കുക എന്നുള്ളതാണ് അല്ലെ. പക്ഷെ ബയോഡേറ്റയും CVയും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മളൊരു ജോബിന് വേണ്ടിയിട്ടാവുമ്പോൾ ഒരു വിശാലമായിട്ടുള്ള ഒരു കാര്യങ്ങൾ വേണം. ബയോഡേറ്റയിൽ ഒതുങ്ങുന്ന കാര്യങ്ങളല്ല CV-യിൽ ഉണ്ടാവുക. ഓക്കെ, ഒരു വലിയൊരു ജോലിക്ക് വേണ്ടിയിട്ടാവുമ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ, ഒരു ബയോഡേറ്റയിൽ ഒതുങ്ങുന്നതിന്റെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, CV-യിൽ ആഡ് ചെയ്യണം കേട്ടോ. അപ്പൊ ഒരു CV ഉണ്ടാക്കാനാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. നോക്കാം നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു CV-യിൽ വേണ്ടതെന്ന് നോക്കാം. ആദ്യം വേണ്ടത് പേഴ്സണൽ ഡീറ്റെയിൽസ് വേണം അല്ലെ. നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് വേണം, നിർബന്ധമാണ്. നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് വേണം, നമ്മുടെ പാരന്റ്സിന്റെ ഡീറ്റെയിൽസ് വേണം, നമ്മുടെ അഡ്രസ്സ് വേണം. ഇതെല്ലാം എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും അതിലുണ്ടായിരിക്കണം. ദെൻ പ്രൊഫഷണൽ ഡീറ്റെയിൽസ് വേണം അല്ലെ. നമ്മുടെ പ്രൊഫഷൻ അല്ലെ, നമ്മളൊരു ജോബിന് പോവാണ്, പക്ഷെ നമ്മളൊരു പ്രൊഫഷണൽ കോഴ്സ് പഠിച്ചിട്ടുണ്ടാവും അല്ലെ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രൊഫഷണൽ ഡീറ്റെയിൽസ് നമ്മൾ അതിൽ ആഡ് ചെയ്തിരിക്കണം. ക്ലിയർ? ദെൻ വർക്ക് എക്സ്പീരിയൻസ് അല്ലെ, നല്ലൊരു ജോബ് കിട്ടണമെങ്കിൽ വർക്ക് എക്സ്പീരിയൻസ് വേണം. അതുള്ളവർ എന്ത് ചെയ്യണം, അതിൽ നമ്മുടെ വർക്ക് എക്സ്പീരിയൻസും അതിൽ ആഡ് ചെയ്തിരിക്കണം. ദെൻ സ്കിൽസ് അല്ലെ, നമ്മളൊരു ജോബിന് പോകുമ്പോൾ അവിടെ ഉള്ള ആളുകൾ നമ്മുടെ സ്കില്ലുകൾ നോക്കും. നമുക്ക് ഏതൊക്കെ മേഖലയിൽ സ്കില്ലുണ്ട് അല്ലെ, ഏതൊക്കെ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം അല്ലെ, ഏതൊക്കെ ലാംഗ്വേജ് നമുക്ക് സംസാരിക്കാൻ കഴിയും, അതുപോലെ ഏതൊക്കെ മേഖല. നമുക്ക് ചില ആളുകൾക്ക് സ്പോർട്സ് പരമായിട്ടൊക്കെ ഒരുപാട് സ്കില്ലുകൾ ഉണ്ടാവും അല്ലെ, ഒരുപാട് ക്രിയേറ്റിവിറ്റി ഉള്ള ആളുകൾ ഉണ്ടാവും. അപ്പൊ ഏതൊക്കെ മേഖലയിൽ നമുക്ക് സ്കില്ലുകൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ ആഡ് ചെയ്യണം അല്ലെ. ദെൻ ലൈസൻസ്, അതും നമ്മൾ ആഡ് ചെയ്യണം. ലാംഗ്വേജ് അല്ലെ, ലാംഗ്വേജ് സ്കില്ലുകളിൽ പറഞ്ഞിട്ടുണ്ട്, ഏതൊക്കെ ലാംഗ്വേജ് കൈകാര്യം ചെയ്യാൻ കഴിയും എന്നുള്ളത് അറിയണം. ദെൻ കോണ്ടാക്ട് ഇൻഫർമേഷൻ, നമ്മുടെ കോണ്ടാക്ട് ചെയ്യാനുള്ള ബാക്കി കാര്യങ്ങളും അതിൽ ആഡ് ചെയ്യണം അല്ലെ. ഇതാണ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൊടുക്കുമ്പോൾ എന്ത് വരും മക്കളെ, ഒരു അടിപൊളിയായിട്ടുള്ള ഒരു കരിക്കുലം വിറ്റ് വരും, നല്ലൊരു അടിപൊളി CV വരും അല്ലെ. ഇങ്ങനെയുള്ള ഒരു CV നിങ്ങൾ തയ്യാറാക്കാൻ പഠിക്കണം. ഇതാണ് CV എന്ന് പറഞ്ഞാൽ. ഇതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒരു ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ നമ്മൾ പല ആളുകളും CV തയ്യാറാക്കാൻ നമ്മൾ അടുത്തുള്ള വല്ല കമ്പ്യൂട്ടർ സെന്ററിലോ അക്ഷയ സെന്ററിലോ ഇങ്ങനെയുള്ള പല സേവനങ്ങൾ ചെയ്യുന്ന സെന്ററിലൊക്കെ പോയിട്ട് CV തയ്യാറാക്കാറുണ്ട്. ഇതിന്റെ ആവശ്യമൊന്നുമില്ല. കാരണം നമ്മൾ എന്ത് ചെയ്യാം, സ്വന്തമായിട്ട് ഉണ്ടാക്കി പഠിക്കുക കേട്ടോ. ഇത്രയും ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു CV റെഡിയാവും. നോക്കാം. എ ഫോർമാറ്റ് ഓഫ് ദ കരിക്കുലം വിറ്റ് ഈസ് ഗിവൺ ബിലോ അല്ലെ. ഒരു CV തയ്യാറാക്കാനുള്ള, ഒരു കരിക്കുലം വിറ്റ് തയ്യാറാക്കാനുള്ള ഒരു ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. നോക്കാം. ഫസ്റ്റ് ഫോട്ടോ അല്ലെ. നമ്മൾ എന്ത്, ഇതിപ്പോ നിങ്ങളൊരു ഇന്റർവ്യൂവിനൊക്കെ പോകാൻ വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് വിചാരിച്ചാൽ മതി കേട്ടോ. അപ്പൊ ആദ്യം നമ്മുടെ ഒരു ഫോട്ടോ വെക്കണം അല്ലെ, മുകളിൽ ഒരു ഫോട്ടോ വെക്കും.
തൊട്ട് താഴെയായിട്ട് കോണ്ടാക്ട് ഇൻഫർമേഷൻസ് അല്ലെ. CV കണ്ടെയ്ൻ ദ നെയിം, അഡ്രസ്, നമ്മുടെ നെയിം ഉണ്ടാവും, അഡ്രസ് ഫോർ കമ്മ്യൂണിക്കേഷൻ, ഇമെയിൽ ID, കോണ്ടാക്ട് നമ്പർ. ഇത്രയാണ് തൊട്ട് താഴെ ഉണ്ടാവുക അല്ലെ, തൊട്ട് താഴെ ഉണ്ടാവും. Then introduction. The introduction contain summary of a person profile, highlighting the career journey, professional application. ഇതിൽ എന്തൊക്കെ വരും മക്കളെ? നമ്മുടെ പ്രൊഫൈല് വരും, നമ്മുടെ ഹൈലൈറ്റിംഗ് കരിയർ ആയിട്ടുള്ള നമ്മുടെ പ്രൊഫഷണൽ ഡീറ്റെയിൽസ് വരും, അതുപോലെ പ്രൊഫഷണൽ അക്കംപ്ലിഷ്മെന്റ്സുകൾ വരും. ഇത്രയും കാര്യങ്ങളും അതിൽ വരും. ക്ലിയർ? Then work experience. Here you can detail the person's professional experience referring to the names of the firms of office where they worked, the periods and the jobs profile. Always remember to start with the present, list previous years of job roles in reverse order. ഒന്നുമില്ല മക്കളെ, നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസ് കൊടുക്കാണ്. ഇപ്പൊ നിങ്ങൾ എവിടെയാണോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് കൊടുക്കണം. അതുപോലെ ഇത്രയും കാലം നിങ്ങൾ പല സ്ഥലങ്ങളും പല ഓഫീസിലും പല കമ്പനിയിലും വർക്ക് ചെയ്തിട്ടുണ്ടാവും, അതിന്റെ ഡീറ്റെയിൽസും കൊടുക്കണം. അത്രയേ ഉള്ളൂ കേട്ടോ. Then അടുത്തത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് അല്ലെ, അത് ഇമ്പോർട്ടൻസ് ആണല്ലോ അല്ലെ. This is a part of the CV highlights the educational qualification of a person starting from the latest accrual അല്ലെ. ഇവിടെ നമ്മുടെ ചെറുപ്പം മുതൽ 10th മുതൽ ഡിഗ്രി, അതിന് മുകളിൽ അങ്ങോട്ട് PG, then ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ കോഴ്സ് എടുത്തിട്ടുണ്ടാവും. അതിന് കൂടെ എക്സ്ട്രാ നമ്മൾ എന്ത് ചെയ്യണം, അല്ലെ കമ്പ്യൂട്ടർ കോഴ്സുകൾ, മറ്റേ എക്സ്ട്രാ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കഴിവുകളുള്ള പല പല കോഴ്സുകളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടാവും അല്ലെ. അങ്ങനെയുള്ള നമ്മുടെ എല്ലാ ക്വാളിഫിക്കേഷൻസും നമ്മൾ എവിടെ ആഡ് ചെയ്ത് കൊടുക്കണം? ഈ ഒരു പാർട്ടിൽ ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ. ഇനി സ്കിൽസ് ആണ്, റെലവെന്റ് അഡീഷണൽ സ്കിൽസ് ഓഫ് ദ പേഴ്സൺ സ്റ്റേറ്റ് അല്ലെ. നമുക്ക് പല ടൈപ്പ് സ്കില്ല്, ഞാൻ പറഞ്ഞല്ലോ പല ആളുകൾക്ക് പല ടൈപ്പ് ഓഫ് സ്കില്ലുകൾ ഉണ്ടാവും അല്ലെ. ആ സ്കില്ലുകൾ എന്ത് ചെയ്ത് കൊടുക്കണം? ഈ ഒരു പാർട്ടിൽ ആഡ് ചെയ്ത് കൊടുക്കണം. Now prepare your curriculum vitae. Your teacher will suggest a suitable model. You may also refer to a few sample available online and print അല്ലെ. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ സ്വന്തം ഒരു കരിക്കുലം വിറ്റ തയ്യാറാക്കല്ലേ. ഞാൻ പറഞ്ഞത് വെച്ചിട്ട് ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പേപ്പർ എടുത്തിട്ട് ഇപ്പൊ തന്നെ ഒന്ന് തയ്യാറാക്കി നോക്കി, ഫോട്ടോത്തിന്റെ സ്പേസിന്റെ അവിടെ ഒരു ഫോട്ടോ വിട്ടാൽ മതി. പിന്നെ നിങ്ങൾ ഒരു പേഴ്സണൽ ഡീറ്റെയിൽസുകൾ കൊടുക്കുക. അതിനുശേഷം ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഡീറ്റെയിൽസ്, വർക്ക് എക്സ്പീരിയൻസ് കൊടുക്കുക, ക്വാളിഫിക്കേഷൻസ് കൊടുക്കുക അല്ലെ. അതുപോലെ ഡീറ്റെയിൽസ് കൊടുക്കണം, കാര്യങ്ങൾ കൊടുക്കണം, അതുപോലെ സ്കിൽസ് കൊടുക്കുക. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും കൊടുത്തുണ്ടാക്കുക. അതുപോലെ നിങ്ങൾ ടീച്ചർ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും, ടീച്ചർ ഒരു മോഡൽ തരും, ആ മോഡൽ അനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ടീച്ചർ പറയും ഇന്നൊരു കരിക്കുലം വിറ്റ് ഇന്നത്തും, എല്ലാ കരിക്കുലം വിറ്റ് ഒരേപോലെ സെയിം ആവണമെന്നില്ല, ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാവും. അപ്പൊ ടീച്ചർ തരുന്ന മോഡൽ അനുസരിച്ച് വൃത്തിയായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ വൃത്തിയായിട്ട് ഉൾപ്പെടുത്തി കൊണ്ട് നല്ലൊരു തയ്യാറാക്കുക. നിങ്ങൾക്ക് കൂടുതൽ എന്ത് ചെയ്യാ, CV അടിച്ചു കൊടുത്താൽ അതിന്റെ മോഡൽസ് നിങ്ങൾക്ക് പല സൈറ്റുകളിലും കിട്ടുകയും ചെയ്യും കേട്ടോ. Now let's converse. Activity. Charlie Chaplin wanted some information for an appointment with Gandhiji. Which questions might have been asked? For example, Sargem, how long must Gandhi will be calendar? നമ്മുടെ ചാർലി ചാപ്ലിൻ എന്ത് ചെയ്തു, ഗാന്ധിജിയെ കുറിച്ച് അപ്പോയിന്റ്മെന്റ് കിട്ടിയപ്പോ അദ്ദേഹത്തോട് കുറച്ച് ചോദ്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് ചോദിക്കാനൊക്കെ ആൾ ഉഷാറായിട്ട് തയ്യാറായിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അത് ചോദിക്കാൻ ഒരു മര്യാദയൊക്കെ ഉണ്ടാവില്ലേ മക്കളെ. ഒരു പൊളൈറ്റ് റിക്വസ്റ്റോട് കൂടിയിട്ടുള്ള പല പല ചോദ്യങ്ങളായിരിക്കും അദ്ദേഹം ചോദിച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് എക്സ്പ്രഷൻസ് ആണ് ഈ കാണുന്നത് അല്ലെ. നോക്കാം. Can I meet him tomorrow? എനിക്ക് അദ്ദേഹത്തെ നാളെ കാണാൻ സാധിക്കുമോ? Okay. He might also have used an expression like the following. ഇനി അദ്ദേഹത്തിന് വേറെ I know, എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് അറിയാൻ അല്ലെ. I know, അത് ഒന്ന് പറഞ്ഞു തരാമോ അല്ലെ, എനിക്കറിയാൻ വേണ്ടിട്ട് അങ്ങനെ നമ്മൾ പറയാറില്ലേ. എനിക്ക് അറിയണമെന്നുണ്ടായിരുന്നു അദ്ദേഹം ഇവിടെ എപ്പോഴാ വരിക, എനിക്ക് അറിയണമെന്നുണ്ടായിരുന്നു അദ്ദേഹം ഏത് സമയത്താണ് ഇന്ന രീതിക്കൊക്കെ ഇന്നത് ചെയ്യാറുണ്ടോ, അങ്ങനെയൊക്കെ പറയാം. മേ ഐ നോ എന്ന് പറഞ്ഞു തുടങ്ങും. Why don't you tell me? എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നോട് പറയാത്തത് അല്ലെ. എന്തുകൊണ്ടാണ് നിങ്ങൾ എനിക്ക് അത് പ്രൊവൈഡ് ചെയ്ത് തരാത്തത്, എന്തുകൊണ്ടാണ് എനിക്ക് നിങ്ങൾ ആ ഡീറ്റെയിൽസ് തരാത്തത്, അല്ലെ എന്തുകൊണ്ടാണ് നിങ്ങൾ അത് എനിക്ക് അത് പ്രിഫർ ചെയ്ത് തരാത്തത്, ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടിട്ട് യൂസ് ചെയ്യാം. Could you please tell me? എന്നോട് എനിക്കൊന്ന് പറഞ്ഞു തരാമോ അല്ലെ. Could you please tell me what is the details of എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം അല്ലെ. അദ്ദേഹത്തിന്റെ ഡെയിലി റൊട്ടീൻസ് അതൊക്കെ എനിക്കൊന്ന് പറഞ്ഞു തരാമോ അല്ലെ. Could you please tell me? അങ്ങനെയുള്ള റിക്വസ്റ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വേർഡുകളാണ് കേട്ടോ ഇതൊക്കെ. May I, why don't you, could you please, can I എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ.
വാട്ട് ആർ ദ അതർ എക്സ്പ്രഷൻ ദാറ്റ് വി മേ യൂസ് ടു സീക്ക് ഇൻഫർമേഷൻസ് അല്ലെ? നമുക്ക് ഒരാളുടെ കയ്യിൽ നിന്ന് ഇൻഫർമേഷൻസ് അറിയാം, അത് പൊളൈറ്റ് റിക്വസ്റ്റ് എന്ന് പറയില്ല, സീക്കിംഗ് ഇൻഫർമേഷൻസ് ആണ് അല്ലെ, ആവശ്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടുള്ള അല്ലെ, എനിക്കതൊന്ന് എനിക്കൊരു കിട്ടിയിരുന്നെങ്കിൽ അല്ലെ, എനിക്ക് ആ ഒരു ഡീറ്റെയിൽസ് കിട്ടിയിരുന്നെങ്കിൽ, നിങ്ങളുടെ അടുത്ത് നിന്ന് ആ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ, ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുള്ളൂ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് സീക്കിംഗ് ഇൻഫർമേഷൻസിന് വേണ്ടിയിട്ട് കേട്ടോ, യു ക്യാൻ യൂസ് വേരിയസ് പൊളൈറ്റ് എക്സ്പ്രഷൻസ് ഹിയർ സം അഡീഷൻ അല്ലെ. നമുക്ക് ഇൻഫർമേഷൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് പൊളൈറ്റ് എക്സ്പ്രഷൻസ് യൂസ് ചെയ്യാറുണ്ട്. ഇവിടെ നോക്കാം, ഇവിടെ എക്സ്പ്രഷൻസ് നമ്മുടെ ചാർലി ചാപ്ലിൻ യൂസ് ചെയ്ത് എൻക്വയറിംഗ് അബൌട്ട് ദ അപ്പോയിന്റ്മെന്റ് വിത്ത് ഗാന്ധിജിക്ക് വേണ്ടി, ഗാന്ധിജി അപ്പോയിന്റ്മെന്റിന് വേണ്ടിയിട്ട് ഇവിടെ ചാർലി ചാപ്ലിൻ യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് എക്സ്പ്രഷൻസ് ആണ് ഇത് അല്ലെ. വുഡ് യു മൈൻഡ് ടെല്ലിങ് മീ അല്ലെ, വുഡ് യു മൈൻഡ് ടെല്ലിങ് മീ, നിങ്ങൾക്ക് അദ്ദേഹത്തെ കുറിച്ച് ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ അല്ലെ, വുഡ് യു മൈൻഡ്, നിങ്ങൾക്ക് റെഡി ആണെങ്കിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരുമോ എന്നൊക്കെ പറയാൻ വേണ്ടിട്ട് കേട്ടോ. കുഡ് യു ലെറ്റ് മീ നോ, ഐ വാസ് വണ്ടറിങ് ഇഫ് യു കുഡ് ഇൻഫോം മീ അല്ലെ, ക്യാൻ യു പ്രൊവൈഡ് മീ വിത്ത്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സീക്കിങ് ഇൻഫർമേഷൻസ് ആണ് അല്ലെ. എനിക്കത് നിങ്ങൾ എനിക്കൊന്ന് ചെയ്തു തരുമോ, എനിക്കതൊന്ന് പറഞ്ഞു തരുമോ, ഞാനൊന്ന് അറിഞ്ഞോട്ടെ, അങ്ങനെയൊക്കെ പറയില്ലേ, അതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊന്ന് എനിക്കൊന്ന് പറഞ്ഞു തരാമോ, അതിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്ന് ചെയ്തു തരുമോ, അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ ഇൻഫോർമേഷൻസ് എനിക്ക് തരുമോ, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ചോദിക്കാൻ കേട്ടോ. ഈസ് ഇറ്റ് പോസിബിൾ ടു ഫൈൻഡ് ഔട്ട്, ഈസ് ഇറ്റ് പോസിബിൾ ടു ഫൈൻഡ് ഔട്ട് അല്ലെ. ഡു യു ഹാപ്പൻ ടു നോ, നിങ്ങൾക്ക് അറിയാമോ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന്. ഐ വുഡ് ലൈക്ക് ടു എൻക്വയർ അബൌട്ട്, ഐ വുഡ് ലൈക്ക് ടു എൻക്വയർ അബൌട്ട്, എനിക്ക് അതിനെ കുറിച്ച് കൂടുതൽ എൻക്വയറി ചെയ്യണമെന്നുണ്ട്. പ്ലീസ് ലെറ്റ് മീ നോ, എന്നെ ഒന്ന് അനുവദിക്കാമോ അതിനറിയാൻ വേണ്ടിയിട്ട്. മൈറ്റ് ഐ ആസ്ക്, ഞാനൊന്ന് ചോദിച്ചോട്ടെ, മേ ഐ ആസ്ക് എന്നൊക്കെ ചോദിക്കില്ലേ, ഞാനൊന്ന് താങ്കൾ എന്നെ അനുവദിക്കുകയാണെങ്കിൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ എന്നൊരർത്ഥത്തിൽ. ഓക്കെ, ഐ വുഡ് അപ്രീഷിയേറ്റ് ഇറ്റ് ഇഫ് യു കുഡ് ലെറ്റ് മീ അല്ലെ. ഇങ്ങനെയുള്ള പല രീതിയിലോട്ട് തിരിച്ചും മറിച്ചും എല്ലാം ഒരു ചോദ്യം തന്നെയാണ്, പക്ഷെ തിരിച്ചും മറിച്ചും ഇങ്ങനെ ചോദിക്കുക കേട്ടോ. ഇമാജിൻ ദാറ്റ് സിന മെലോഫ് അപ്രോച്ചസ് എ പബ്ലിഷർ ടു പബ്ലിഷർ ഫസ്റ്റ് വർക്ക്. നമ്മുടെ മെലോസെലോഫ് അവരുടെ വർക്ക് പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പബ്ലിഷറെ പോയിട്ട് കാണുകയാണ്. ഓക്കെ, frame a few questions that she might ask such a situation. You may use the expression given അല്ലെ. നമ്മുടെ എക്സ്പ്രഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് അവൾക്ക് അവരുടെ വർക്കുകളൊക്കെ അല്ലെ, ഓതർക്ക് അവരുടെ വർക്കുകളൊക്കെ ഒന്ന് പബ്ലിഷ് ചെയ്ത്, എഴുതിയിട്ട് കാര്യമില്ലല്ലോ അല്ലെ, അത് പബ്ലിഷ് ചെയ്യണം, അപ്പൊ അതിന് ആളുടെ സപ്പോർട്ട് വേണം അല്ലെ. അപ്പൊ ബുക്കൊക്കെ പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പബ്ലിഷറെ പോയിട്ട് കാണുകയാണ്. എന്നിട്ട് അവരുടെ വർക്ക് പബ്ലിഷ് ചെയ്യേണ്ട ഡീറ്റെയിൽസും കാര്യങ്ങളും എങ്ങനെയൊക്കെയാന്ന് അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുകയാണ് കേട്ടോ. First question, could you please tell me about the process of submitting manuscript for the consideration? അല്ലെ, നിങ്ങൾ എനിക്ക് ഒന്ന് പറഞ്ഞു തരാമോ അതിന്റെ പ്രോസസ് ഒക്കെ, മാനുസ്ക്രിപ്റ്റ് സബ്മിറ്റ് ചെയ്യാനും കൺസിഡറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള അതിന്റെ സബ്മിറ്റിംഗ് മാനുസ്ക്രിപ്ഷന്റെ രീതി എങ്ങനെയാണെന്നുള്ളത് എനിക്കൊന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിക്കാണ് അല്ലെ. കണ്ടല്ലോ ഇവിടെ could you please tell me എന്ന് പറയുന്ന ഒരു മെത്തേഡ് കേട്ടോ. May I know what the typical timeline is for reviewing and deciding on a manuscript അല്ലെ. അതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൈം ലൈൻ ഉണ്ടാവും അല്ലെ, കറക്റ്റ് ടൈം ലൈനും അതുപോലെ ഡിസൈഡിങ് മാനുസ്ക്രിപ്റ്റും നിങ്ങൾക്ക് മേ ഐ നോ, എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാം എന്നുണ്ട് എന്ന് പറയില്ല, ആ അർത്ഥത്തിൽ കേട്ടോ. Would you mind telling me what kind of works you publishing house is currently looking for അല്ലെ. നിങ്ങൾ എങ്ങനെയുള്ള വർക്സുകളാണ് ഇപ്പൊ അടുത്തൊക്കെ ചെയ്യാൻ പോകുന്നത്, എങ്ങനെ പബ്ലിഷ് ചെയ്യാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് എനിക്കൊന്ന് അറിയണമെന്നുണ്ട് അല്ലെ. I was wondering if you could inform me about the terms and conditions of your publishing contract അല്ലെ. ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി, നിങ്ങൾ എനിക്ക് അവിടുത്തെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഇൻഫോം ചെയ്ത് തന്നപ്പോൾ എന്നൊരർത്ഥത്തിൽ കേട്ടോ. Is it possible to find out what marketing and the promotional support you provide for new authors അല്ലെ. It is possible to find out അല്ലെ, പോസിബിൾ ആണോ, എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാനോ പോസിബിൾ ആണോ ചോദിക്കുന്നത്. നിങ്ങള് പുതിയ പുതിയ ആളുകൾക്ക്, എഴുത്തുകാർക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുന്ന സപ്പോർട്ടും പ്രൊമോഷന്റെ കാര്യങ്ങളൊക്കെ പോസിബിൾ ടു ഫൈൻഡ് ഔട്ട് അല്ലെ. എനിക്ക് അതിനെ കുറിച്ച് കൂടുതലൊന്ന് അറിയാനുണ്ടായിരുന്നു എന്നുള്ള ഒരു അർത്ഥത്തിൽ തന്നെയാണ് കേട്ടോ. ഡു യു ഹാപ്പൻ ടു നോ വാട്ട് ദ റോയൽറ്റി റേറ്റ്സ് ആർ ദ ഫസ്റ്റ് ടൈം ഓതേഴ്സ് അല്ലെ. നിങ്ങൾക്ക് അതിനെ കുറിച്ച് പറയാൻ പറ്റുമോ, റോയൽറ്റി റേറ്റ് ഫസ്റ്റ് വരുന്ന ആളുകൾക്ക് കൊടുക്കുന്നത്. ഓക്കെ, ദെൻ would you like to inquire about the editor's process and how much involvement will have in അല്ലെ. എഡിറ്റർ പ്രോസസ്സിനെ കുറിച്ചൊക്കെ എനിക്കൊന്ന് എൻക്വയറി ചെയ്താൽ, എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാം എന്നുണ്ട് അർത്ഥത്തിൽ കേട്ടോ.
പ്ലീസ് ലെറ്റ് മീ നോ വാട്ട് ഫോർമാറ്റ് യു പ്രിഫർ ഫോർ ദ മാനുസ്ക്രിപ്റ്റ് അല്ലെ. പ്ലീസ് ലെറ്റ് മീ നോ അല്ലെ, എന്നെ അനുവദിച്ചാലും അത് അതിന്റെ ഫോർമാറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാന്ന് അല്ലെ. ക്വസ്റ്റ്യൻസ് കുറച്ച് ടഫായിട്ട് തോന്നുന്നുണ്ടാവും, പക്ഷെ അത് പബ്ലിഷറുടെ അടുത്ത് പോയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം ആയതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു രീതിയിലോട്ട് കൊടുത്തിട്ടുള്ളത്. കാരണം സബ്ജക്റ്റ് അവിടെ തന്നുകൊണ്ടാണ് കേട്ടോ. ഒരിക്കലും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ഒന്നും ഒരിക്കലും എക്സാമിന് തരില്ല. ഇവര് പോയിട്ട് പബ്ലിഷറെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും അതായിട്ട് റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ടഫാണ് ഈ കാണുന്നത് കേട്ടോ. പക്ഷെ നിങ്ങള് ആ ഒരു ബാക്കി പാർട്ടിലോട്ട് നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ ഇതിന് യൂസ് ചെയ്തിട്ടുള്ള ആ എക്സ്പ്രഷൻസ് വരുന്ന ഭാഗം ഉണ്ടല്ലോ അത് മാത്രം നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, then activity 2. While the narrator of the toilet sits in the park, a little girl walks up and asks her if she could share the bench. Here are a few ways in bench she could have a expression her request. അല്ലെ, നമ്മുടെ നരേറ്റർ ഇങ്ങനെ ബെഞ്ചിമേൽ ഇരിക്കുകയാണല്ലോ. ടോയ്ലറ്റ് അടച്ചപ്പോ പിന്നെ ബെഞ്ചിമ പോയിരുന്നു അല്ലെ. ആ ടോയ്ലറ്റ് ക്ലോസ് ആയി കഴിഞ്ഞപ്പോ ബെഞ്ചിലിരുന്നു. അപ്പൊ അവിടെ ഇരുന്നപ്പോ ഒരു ചെറിയ പെൺകുട്ടി വന്നിട്ട് ആ ബെഞ്ച് ഒന്ന് ഷെയർ ചെയ്യോ, ഒന്ന് നീങ്ങിയിരിക്കോ, ഞാൻ ഇവിടെ ഒന്ന് ഇരുന്നോട്ടെ എന്നൊക്കെ പറയാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള അവർ യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അല്ലെ. സ്വാഭാവികമായിട്ട് എന്താണ്, മാം ഒന്ന് മാറിയിരിക്കൂ, ഞാനൊന്ന് ഇവിടെ ഇരുന്നോട്ടെ, താങ്കൾ എന്നെ അനുവദിക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കാം അല്ലെ, കുറച്ച് നീങ്ങിയിരിക്കുകയാണെങ്കിൽ എനിക്ക് ഇവിടെ ഇരിക്കാൻ താല്പര്യമുണ്ട് അല്ലെ, ഇത് ഫ്രീ ആയിട്ട് ഇരിക്കുകയാണ്, പല രീതിയിലും ചോദിക്കാം അല്ലെ. നോക്കൂ, എക്സ്ക്യൂസ് മീ മേ ഐ സിറ്റ് ഹിയർ അല്ലെ. എന്താണ് എക്സ്ക്യൂസ് മീ മേ ഐ സിറ്റ് ഹിയർ, എക്സ്ക്യൂസ് മീ മേ ഐ സിറ്റ് ഹിയർ, ഞാനിവിടെ ഇരുന്നോട്ടെ. ക്യാൻ ഐ സിറ്റ് ഓൺ ദിസ് ബെഞ്ച്, എനിക്ക് ഈ ബെഞ്ചിൽ ഇരിക്കാൻ കഴിയുമോ, എനിക്ക് ഈ ബെഞ്ചിൽ ഇരിക്കാൻ സാധിക്കുമോ, എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുമോ എന്നൊരർത്ഥത്തിൽ കേട്ടോ. വുഡ് ഇറ്റ് ബി ഓക്കെ ഇഫ് ഐ സിറ്റ് ഹിയർ, ഞാനിവിടെ ഇരുന്നാൽ ഓക്കെ ആവുമോ, ഞാനിവിടെ ഇരുന്നാൽ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നൊരർത്ഥത്തിൽ കേട്ടോ. എല്ലാം ഒരു മീനിങ്ങിനെയാണ്, പക്ഷെ ഇങ്ങനെ ചോദിക്കാന്ന് മാത്രം. ഓക്കെ, വാട്ട് ആർ സം അതർ എക്സ്പ്രഷൻ ദാറ്റ് ലിറ്റിൽ ഗേൾ കുഡ് ഹാവ് ബീൻ യൂസ്ഡ് അല്ലെ. ലിറ്റിൽ ഗേൾ യൂസ് ചെയ്തിട്ടുള്ള എക്സ്പ്രഷൻസ് ആണ്. അവിടെ ഒരു 3 എക്സ്പ്രഷൻസ് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ അടുത്ത ആക്ടിവിറ്റിയിലും പറയുന്നുണ്ട് കേട്ടോ. നോക്കാം. നൗ യൂസ് ദ എക്സ്പ്രഷൻ ദാറ്റ് യു ഹാവ് ലിസൺ ടു എ ഫ്രൂ ഫ്രം പൊളൈറ്റ് റിക്വസ്റ്റ് ഫോർ സീക്കിംഗ് പെർമിഷൻ അല്ലെ. പെർമിഷൻ ചോദിച്ചിട്ടുള്ള കുറച്ച് എക്സ്പ്രഷൻസ് ആണ് കേട്ടോ. നോക്കാം. A few examples are given below. നോക്കാം. Is it okay if I join the conversation? നിങ്ങളുടെ കോൺവെർസേഷനിൽ ഞാൻ പങ്കെടുക്കാൻ ഓക്കെ ആണോ, ഞാൻ അതിൽ പങ്കെടുത്താൽ നിങ്ങൾ ഓക്കെ ആണോ അല്ലെ, ഓക്കെ അല്ലേ എന്നർത്ഥത്തിൽ. മേ ഐ യൂസ് യുവർ കമ്പ്യൂട്ടർ, ഞാൻ നിങ്ങളുടെ കമ്പ്യൂട്ടർ ഒന്ന് യൂസ് ചെയ്തോട്ടെ അല്ലെ. മേ ഐ യൂസ് യുവർ ലാപ്ടോപ്പ് അല്ലെ, ഞാൻ നിങ്ങളുടെ ലാപ്ടോപ്പിൽ. മേ ഐ യൂസ് യുവർ മൊബൈൽ അല്ലെ. മേ ഐ യൂസ് യു ദിസ് വൺ, ഞാൻ നിങ്ങളുടെ ഇതൊന്ന് യൂസ് ചെയ്തൂടെ എന്ന് ചോദിക്കാണ് അല്ലെ. ഡു മൈൻഡ് ഇഫ് ഐ സിറ്റ് ഹിയർ, ഒന്നും കുഴപ്പമൊന്നുമില്ലല്ലോ, ഞാൻ ഇവിടെ ഒന്ന് ഇരുന്നോട്ടെ അല്ലെ. ഡോണ്ട് മൈൻഡ്, ഞാൻ ഇവിടെ നിന്ന് ഓക്കെ ആണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഇരുന്നോട്ടെ എന്നൊരർത്ഥത്തിൽ. ഓക്കെ, ഈസ് ദിസ് സീറ്റ് ടേക്കൺ, ഈ സീറ്റ് എടുത്തോട്ടെ എന്ന് ഇവിടുന്ന് എടുത്താൽ കൊണ്ടേക്കോട്ടെ എന്നല്ല, ഞാനിവിടെ ഇരുന്നോട്ടെ എന്നൊരർത്ഥത്തിലാണ് കേട്ടോ. കുഡ് ഐ ജോയിൻ യു ഓൺ ദിസ് ബെഞ്ച്, ഞാൻ ഈ ബെഞ്ചിമേ ഇരുന്നോട്ടെ. ഇതാ പെൺകുട്ടിയുടെ ഭാഗത്തോട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതൊക്കെ. ഓക്കെ, കുഡ് ഐ ജോയിൻ യു ഓൺ ദിസ് ബെഞ്ച്, ഞാൻ ഈ ബെഞ്ചിൽ ഇരുന്നോട്ടെ, ഈ ബെഞ്ചിൽ ഞാനും ജോയിൻ ചെയ്തോട്ടെ. ഓക്കെ, ഇസ് ഇറ്റ് ഓൾറൈറ്റ് ഇഫ് ഐ സിറ്റ് നെക്സ്റ്റ് ടു യു, നിങ്ങൾ ഓക്കെ ആണോ, ഞാൻ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇതിന്റെ തൊട്ടപ്പുറത്ത് ഇരുന്ന ഓൾറൈറ്റ് ആണോ, വിഷയമൊന്നുമില്ലല്ലോ, നിങ്ങളുടെ തൊട്ടടുത്ത് ഞാനൊന്ന് ഇരുന്നോട്ടെ. ഓക്കെ, മേ ഐ ടേക്ക് എ സീറ്റ് ഹിയർ, മേ ഐ ടേക്ക് എ സീറ്റ്, ഞാനിവിടെ ഈ സീറ്റിലൊന്ന് ഇരുന്നോട്ടെ, ഞാൻ ഇവിടെ ഒന്ന് ഇരുന്നോട്ടെ എന്ന് എങ്ങനെ ചോദിച്ചാലും മീനിങ് ഒന്ന് തന്നെയാണ് കേട്ടോ. നോക്കാം. വുഡ് യു മൈൻഡ് ഇഫ് ഐ സിറ്റ് ഡൗൺ ഹിയർ അല്ലെ, ഞാൻ ഇവിടെ താഴത്ത് ഇവിടെ ഇരുന്നാല് ഓക്കെ ആണല്ലോ, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊരർത്ഥത്തിൽ കേട്ടോ. എല്ലാം ഒരു ചോദ്യമാണ്. നിങ്ങൾക്ക് ഇവിടെ ആളോട് തൊട്ടപ്പുറത്ത് ഇരുന്നോട്ടെ എന്ന് ചോദിക്കാൻ എന്തോ ഒരു രീതിക്ക് ചോദിക്കാം അല്ലെ. നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ട്, ഇപ്പൊ ഒരാളോടത്ത് തൊട്ടപ്പുറത്ത് പോയി ഇരിക്കട്ടെ എന്ന് ചോദിക്കാൻ എത്ര യൂസുകളാണ്, എല്ലാം പെർഫെക്റ്റ് ആണ്. ഇതാണ് നമ്മൾ ഇംഗ്ലീഷൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഉള്ളൊരു മെച്ചം, അതാണ് കേട്ടോ. ഇംഗ്ലീഷിന്റെ ഒരു പോസിറ്റീവ് സൈഡാണിത്. ഒരുപാട് യൂസുകളുണ്ട്, മീനിങ് ഒന്ന് തന്നെ ആയിരിക്കും. ഓക്കെ, 3 യൂസുകളും എന്താണ്, പൊളൈറ്റ് ആയിട്ടുള്ള യൂസുകൾ തന്നെയാണ് കേട്ടോ. Now, how will you respond if someone asks for your permission in a particular situation? അല്ലെ, ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ ഒരാൾ നിങ്ങളോട് പെർമിഷൻ ചോദിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യും അല്ലെ. തിരിച്ചൊരു മറുപടി കൊടുക്കണല്ലോ ഇതിന് അല്ലെ. യു മേ ചൂസ് ടു ഗീവ് ഓർ റെഫ്യൂസ് പെർമിഷൻ. ചിലപ്പോൾ നിങ്ങൾ അവരോട് എന്ത് പറയും, ആ ഓക്കെ ഇവിടെ ഇരുന്നു. ചിലപ്പോൾ പറയും, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഇവിടെ ഇരിക്കണ്ട, എനിക്ക് ഡിസ്റ്റർബൻസ് ആവും, അങ്ങനെ പറയും അല്ലെ. ലെറ്റ്സ് ഗോ ത്രൂ ദ ഫ്യൂ എക്സ്പ്രഷൻസ് സ്യൂട്ടബിൾ ഫോർ ഗിവിംഗ് ആൻഡ് ഡിക്ലൈനിങ് പെർമിഷൻ അല്ലെ. പെർമിഷൻ അനുവദിച്ചുകൊണ്ടും പെർമിഷൻ നിരസിച്ചുകൊണ്ടും
അല്ലെ? രണ്ട് രീതിക്ക് നമുക്ക് പെർമിഷൻ ഉണ്ട് അല്ലെ? നമ്മൾ ഒരാൾ ചോദിക്കുമ്പോൾ ഒക്കെ അനുസരിക്കണം എന്നില്ല. ചിലപ്പോൾ പറ്റില്ല. ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഓക്കെ, പറ്റില്ല കേട്ടോ, എനിക്ക് ഇവിടെ ഇപ്പൊ ചിലപ്പോൾ തൊട്ടടുത്ത് നമ്മൾ ചിലപ്പോൾ വളരെ സീരിയസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, നമ്മൾ എടുത്തിരുന്ന അവർ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ? നമുക്ക് അവിടെ കോൺസെൻട്രേഷൻ കൊടുക്കാൻ കഴിയില്ല, അതുകൊണ്ട് പറ്റില്ല എന്ന് പറയും അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ഗിവിങ് പെർമിഷനും ഡിക്ലൈനും പെർമിഷനും നോക്കാം അല്ലെ? പെർമിഷൻ കൊടുക്കുന്നതുകൊണ്ട് പെർമിഷൻ നിരസിക്കുന്നതുകൊണ്ട് അല്ലെ? ഇപ്പൊ ഇവിടെ ഇത്രയും നമ്മൾ പെർമിഷൻ ചോദിച്ചൊക്കെയായിരുന്നു. അതിനുള്ള മറുപടികൾ രണ്ട് രീതിക്ക് കൊടുക്കാം. ഓക്കെ, കുഴപ്പമില്ല എന്ന് പറയാനും യൂസ് ചെയ്യാം, അനുവദിക്കും ചെയ്യാം, അനുവദിക്കാതെ ഇരിക്കുകയും ചെയ്യാം. അപ്പൊ അതിനുള്ള ഒരു ആൻസർ നോക്കാം. അപ്പൊ നമ്മൾ എന്ത് പറയും ഇവിടെ? ഷുവർ, തീർച്ചയായിട്ടും ഷുവർ, തീർത്തും നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാം അല്ലെ? ഷുവർ, ഗോ ഹെഡ്, ഷുവർ, മുന്നോട്ട് പൊക്കോളൂ എന്നാ, ഷുവർ, തുടർന്നോളൂ എന്നൊരർത്ഥത്തിൽ. നോ പ്രോബ്ലം, നോ ഇഷ്യൂ, നോ പ്രോബ്ലം, നോ ഇഷ്യൂ, യു ക്യാരി ഓൺ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? നോ പ്രോബ്ലം, നോ ഇഷ്യൂ, യു ക്യാരി ഓൺ. ഓക്കെ, ഇറ്റ്സ് ഓക്കെ, ഓക്കെ, യു ക്യാൻ ഡു ഇറ്റ്, നോ ഇഷ്യൂ അല്ലെ? ഓക്കെ, നോ, യു ക്യാൻ ജോയിൻ മീ, ഇങ്ങനെയൊക്കെ നമുക്ക് പറയാം അല്ലെ? ഇതൊക്കെ ഇവിടെ നമ്മൾ ആഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, നോ പ്രോബ്ലം, യു ക്യാൻ ജോയിൻ മീ. ഓക്കെ, നോ പ്രോബ്ലം, നോ ഇഷ്യൂ, ക്യാരി ഓൺ. ഓക്കെ, ഷുവർ, യു ക്യാൻ ക്യാരി ഓൺ എന്നൊക്കെ നമുക്ക് പറയാം അല്ലെ? ഇങ്ങനെയുള്ള രീതിക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഗിവിംഗ് പെർമിഷൻ കൊടുക്കാം. Then decline permission. ഓക്കെ, എന്താണ്? വേണ്ട. നോക്കാം. I'm afraid not അല്ലെ? I'm afraid of we can't do that അല്ലെ? എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, പേടിയാവുന്നൊരർത്ഥത്തിലല്ല കേട്ടോ. അല്ല, എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അല്ലെ? ആ ഒരു അർത്ഥത്തിൽ. ഓക്കെ, ഐ എം സോറി ബട്ട് ദാറ്റ്സ് നോട്ട് പോസിബിൾ. ഐ എം സോറി ബട്ട് ദാറ്റ്സ് നോട്ട് പോസിബിൾ. ഐ എം സോറി പറഞ്ഞാൽ എന്നോട് ക്ഷമിക്കുന്ന അർത്ഥത്തിലല്ല. നമ്മളൊരു കാര്യം നിരസിക്കുമ്പോൾ ഓക്കെ, നോ, ഐ എം സോറി എന്ന് പറയാം അല്ലെ? ഞാൻ ഇവിടെ നിന്ന് ഇരുന്നോട്ട് നോ, ഐ എം സോറി എന്ന് പറഞ്ഞാൽ ആള് പോവും അല്ലെ? നമ്മൾ അവരോട് ക്ഷമ ചോദിക്കുകയല്ല, അത് നമ്മള് അവിടെ ഇരിക്കാൻ പറ്റില്ല എന്നുള്ളത് പറയുന്ന ഒരു രീതിയാണ് കേട്ടോ. നമ്മളിപ്പോ ഒരാൾ ഇവിടെ വന്ന് ഇരിക്കട്ടെ എന്ന് ചെയ്യുമ്പോൾ നോ, ഐ എം സോറി എന്ന് പറഞ്ഞാൽ അവര് പോവും. ഓക്കെ, ക്ലിയർ? ഇനി നോക്കാം, ഗിവിംഗ് പെർമിഷൻ ആൻഡ് ഡിക്ലൈനിങ് പെർമിഷൻ. ഷുവർ, ഗോ ഹെഡ്, നോ പ്രോബ്ലം, അബ്സല്യൂട്ട്ലി, തീർച്ചയായും, ഗോ ഫോർ ഇറ്റ് അല്ലെ? യെസ്, ദാറ്റ്സ് ഫൈൻ, ഓക്കെ, സെർട്ടൻലി അല്ലെ? തീർത്തും, യു പ്രൊസീഡ്, മുന്നോട്ട് കൊണ്ടുപോയിക്കോളൂ. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്? ഗിവിംഗ് പെർമിഷൻ കൊടുക്കണം ഒരാൾക്ക് കേട്ടോ. നോക്കാം. ദെൻ ഐ എം അഫ്രൈഡ് നോട്ട്. Okay, I'm afraid you can't do that. I'm sorry, but that's not possible. Okay, I'm sorry, but no. Okay, no, that's not allowed. No, ഇത് തീർത്തും പറയുന്നുണ്ട് അല്ലെ? ഇല്ല, അനുവദിക്കാൻ പറ്റില്ല. സോറി, ഇറ്റ്സ് നോട്ട് പെർമിറ്റഡ്. നോ, അതിവിടെ പെർമിറ്റഡ് അല്ല. ഓക്കെ, അൺഫോർച്ചുനേറ്റ്ലി ഐ കാണ്ട് അലോ ഇറ്റ്. പക്ഷെ നിർഭാഗ്യവശാൽ എനിക്ക് താല്പര്യമുണ്ട്, പക്ഷെ നിർഭാഗ്യവശാൽ എനിക്ക് അതിന് അനുവദിക്കാൻ സാധിക്കില്ല. അപ്പൊ പെർമിഷൻ കൊടുക്കുന്നുണ്ട്, ഡിക്ലൈൻ ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? ലെറ്റ്സ് ടീം അപ്പ്, ഗ്രൂപ്പ് പ്രൊജക്ട് അല്ലെ? ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത് നോക്കിയ മക്കളെ? You know that the content of the web page should be present in the attractive and user-friendly format. Shall we develop a content for our web page on the ഗാന്ധിജി അല്ലെ? ഗാന്ധിജിക്ക് വേണ്ടിയിട്ട് അടിപൊളി വെബ് പേജ് ഉണ്ടാക്കുന്ന വെബ് പേജ് ഒക്കെ നിങ്ങൾക്ക് പറയാം. ഇപ്പോഴുള്ള കുട്ടികൾക്ക് വളരെ സുപരിചിതമാണ് അല്ലെ? വെബ് പേജ് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ നമ്മൾ പല ആളുകളുടെയും വെബ് പേജിൽ പോകുമ്പോൾ അവരുടെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടാറുണ്ട് അല്ലെ? We need to focus the many factors. Can we list some of this? അല്ലെ? ഒരു വെബ് പേജ് ഉണ്ടാക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതിൽ ശ്രദ്ധിക്കാണ്ട് ആ വ്യക്തിയുടെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ആ വെബ് പേജ് പോകുമ്പോൾ നമുക്ക് കിട്ടണം അല്ലെ? സോ കണ്ടന്റ് റൈറ്റിംഗ് കാറ്റേഴ്സ് ടു ഡിഫറെന്റ് പർപ്പസ് ലൈക്ക് അല്ലെ? കണ്ടന്റ് റൈറ്റിംഗ് കാറ്റേഴ്സിന്റെ നോക്കാം. കോഴ്സ് ഡിസ്ക്രിപ്ഷൻസ്, അതിന്റെ ഒരു കോഴ്സ് ഡിസ്ക്രിപ്ഷൻ അതിലുണ്ടാവും. ഓൺലൈൻ ന്യൂസ് ലെറ്റേഴ്സ്, സ്ക്രിപ്റ്റ് ഫോർ ദ വീഡിയോസ്, മാർക്കറ്റിംഗ് വേരിയസ് പ്രൊഡക്റ്റ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ? ഒരുപാട് പ്രൊഡക്റ്റുകൾക്കുള്ള മാർക്കറ്റിംഗ്, വീഡിയോസിനുള്ള സ്ക്രിപ്റ്റ്, കോഴ്സ് ഡിസ്ക്രിപ്ഷൻ, ഓൺലൈൻ ന്യൂസ് ലെറ്റേഴ്സ്, ഇതൊക്കെ ഉണ്ടാവും കേട്ടോ. ക്യാൻ യു ആഡ് മോർ ഐറ്റംസ് ടു ദിസ് അല്ലെ? ഇനി നമുക്ക് ഇതിൽ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ആഡ് ചെയ്യാൻ പറ്റുമോ എന്നാണ് നോക്കുന്നത്. What shall be the content of our web page? നമ്മുടെ വെബ് പേജിന്റെ കണ്ടന്റ് എന്താണ്? Now look at the table given below. Column A contain items that you see on a web page. Match them with their descriptions. Column B അല്ലെ? ഒരു വെബ് പേജിൽ കാണുന്ന കാര്യങ്ങൾ മാച്ച് ചെയ്യാൻ വേണ്ടി തന്നിട്ടുണ്ട്. നോക്കാം. About us അല്ലെ? നമ്മളെ കുറിച്ചുള്ള കാര്യങ്ങളാണ് കേട്ടോ. അതെവിടെയാണ്? A description of your class and school അല്ലെ? ഇവിടെ ഇതാണ് കേട്ടോ വരുന്നത്. Descriptions of your class and the school ട്ടോ. Then ഗാലറി പിന്നെ നമ്മൾ ഗാലറി കാണുമ്പോ എന്താ കാണാ? ഗാലറിയിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ഉണ്ടാവും?
ഫോട്ടോസ് ഉണ്ടാവും അല്ലെ, ഫോട്ടോസ് റിലേറ്റഡ് ടു കണ്ടന്റ് അല്ലെ, ഫോട്ടോസ് റിലേറ്റഡ് ടു ദ കണ്ടന്റ് കാണാൻ സാധിക്കും. ദെൻ ഫാക്യൂസ് ആൻഡ് ദ ആൻസേഴ്സ് അല്ലെ, അവിടെ നമുക്ക് എന്തൊക്കെ കാണാൻ സാധിക്കും? ക്വസ്റ്റ്യൻസ് ദാറ്റ് ദ യൂസർ മൈറ്റ് ആസ്ക് ആൻഡ് ദെയർ ആൻസേഴ്സ് അല്ലെ, അവരോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ അവരായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും ഉണ്ടാവും. ദെൻ ആർച്ചീവ്സ് ഉണ്ടാവും, ആർച്ചീവ്സിൽ എന്തൊക്കെ കാണുന്നുണ്ടാവും? The collections of articles, newsletters that were previously published അല്ലെ, അതിന് മുമ്പ് ചെയ്തിട്ടുള്ള കാര്യങ്ങളോ മുമ്പ് ചെയ്തിട്ടുള്ള വർക്കുകളൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. ദെൻ ഹോം ആണ് കേട്ടോ. ഹോമിൽ എന്ത് കാണും? ദ ഫസ്റ്റ് പേജ് ഓഫ് ദ വെബ്സൈറ്റ് അല്ലെ, ഫസ്റ്റ് വെബ്സൈറ്റ് പേജിനാണ് ഹോം പേജ് എന്നൊക്കെ നമ്മൾ പറയാറുള്ളത്. ദെൻ ലോഗോ ഉണ്ടാവും, എന്താണ്? എ സിമ്പിൾ ഓർ അതർ ഡിസൈൻ ഡെവലപ്ഡ് ബൈ ആൻ ഓർഗനൈസേഷൻ അല്ലെ, അതിനൊരു ലോഗോ ഉണ്ടാവും അല്ലെ. ഒരു വെബ് പേജ് ആണെങ്കിൽ ആ വെബ് പേജിൽ പോയി നോക്കിയാൽ ഏത് കമ്പനിക്കും ഉണ്ടാവും ഒരു ലോഗോ അല്ലെ, അതേപോലെ തന്നെ അവരുടെ പേജിലും ഉണ്ടാവും ആ ലോഗോ. ദെൻ കോണ്ടാക്ടേഴ്സ് ആണ് അല്ലെ, കോണ്ടാക്ടേഴ്സിൽ എന്താ ഉണ്ടാവുക? ഡീറ്റെയിൽസ് സച്ച് ആസ് ഫോൺ നമ്പർ ആൻഡ് ഇമെയിൽ ID അല്ലെ, അത്രയും ഉണ്ടാവും. നിങ്ങൾ ഏതെങ്കിലും ഒരു കമ്പനിയുടെ വെബ് പേജ് എടുത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഡീറ്റെയിൽസ് ഒക്കെ വളരെ വൃത്തിയായിട്ടുണ്ടാവും അല്ലെ, അവരെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഉണ്ടാവും. പിന്നെ അവരുടെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പിക്ചേഴ്സ്, അവരുടെ കമ്പനി പിക്ചേഴ്സ്, അവരുടെ സ്റ്റാഫിന്റെ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന വർക്കായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രൊഡക്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ അവര് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഡൗട്ടുകളും കാര്യങ്ങളും ക്ലിയർ ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് അതിലുണ്ടാവും അല്ലെ. പിന്നെ അവരുടെ ബാക്കി ഡീറ്റെയിൽസുകളൊക്കെ അതിൽ ഓരോന്നായിട്ട് ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും അല്ലെ. പിന്നീട് ഈ പറഞ്ഞ മാതിരി ലോഗോ ഉണ്ടാവും. എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് അവരെ കോണ്ടാക്ട് ചെയ്യാനുള്ള കോണ്ടാക്ട് നമ്പറും ഇമെയിൽ ID കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും. ഇത്രയും ഡീറ്റെയിൽസ് വൃത്തിയായിട്ട് കൊടുക്കുമ്പോൾ ഒരു നല്ല വെബ് പേജ് ഉണ്ടാവുകയുള്ളൂ കേട്ടോ. അപ്പോ ഇത്രയാണ് വെബ് പേജും മറ്റു കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ ഒരു തലമുറയിലുള്ള മക്കളെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും സുപരിചിതമായിരിക്കും. അപ്പോൾ നമ്മുടെ ആക്ടിവിറ്റീസ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. നമുക്ക് മറ്റൊരു ചാപ്റ്ററുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.